നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. കൂരിരുളിൻ താഴ്വരയിൽ ദീപമതായി നിൻ മൊഴികൾ. കൂരിരുളിൻ താഴ്വരയിൽ ദീപമതായി നിൻ മൊഴികൾ. ദൈവസന്നിധിയിൽ നമ്മുടെ തലകളെ വണക്കാം. കാരുണ്യവാനായ ദൈവമായ കർത്താവേ, വിശുദ്ധനായ ഗീവർഗീസ് സഹദായുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഈ ദിവസം ഈ ദേവാലയത്തിൽ കൂടി വരുവാൻ ഞങ്ങളെ നീ ഇടയാക്കിയതിനെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തിരുവചനത്തിൽ നിന്നുള്ള നല്ല ഉൾക്കാഴ്ചകൾ ഞങ്ങൾക്ക് നൽകണമേ. അത് ശ്രദ്ധയോടെ കേൾക്കുന്നതിനും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കുന്നതിനും പരിശുദ്ധാത്മാവേ അങ്ങ് ഇടപെടണമേ. പിതാവാം ദൈവമേ, ആവശ്യമായ നൽവരങ്ങളെ പ്രദാനം ചെയ്ത് ഞങ്ങളെ യാത്ര അയക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവേ, നിന്റെ പാതയിൽ സഞ്ചരിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ. സകലതും നിന്റെ നാമമഹത്വത്തിനായിട്ട് തന്നെ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഓരോ തവണ വരുമ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വലിയ സംതൃപ്തിയും സന്തോഷവും ആധ്യാത്മിക ചൈതന്യവും പകരുന്ന ഒരിടമാണ് ഈ പുതുപ്പള്ളി. വിശുദ്ധനായ ഗീവർഗീസ് സഹദായുടെയും ഒപ്പം 8 മധ്യസ്ഥരുടെയും അനുഗ്രഹീതമായ ഒരു അന്തരീക്ഷം ഇവിടെ നിന്നും നമുക്ക് സംലഭ്യമാകുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഒരു എൽദോ നോമ്പിൻ്റെ സാഹചര്യത്തിൽ ഇന്നത്തെ ധ്യാനത്തിനായിട്ട് എടുക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 12-ാമത്തെ അധ്യായം അതിൻ്റെ 43 മുതൽ 45 വരെയുള്ള വാക്യങ്ങളാണ്. വിശുദ്ധ മത്തായി 12-ാമത്തെ അധ്യായം 43 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ. അതിപ്രകാരമാണ്: അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി തണുപ്പ് അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു. കണ്ടെത്തുന്നില്ല താനും. ഞാൻ പുറപ്പെട്ടു പോന്ന എൻ്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലും എന്നവൻ പറയുന്നു. ഉടനെ വന്ന് അത് ഒഴിഞ്ഞതും അടിച്ചുവാരി അലങ്കരിച്ചതുമായി കാണുന്നു. പിന്നെ അവൻ പുറപ്പെട്ട് തന്നിലും ദുഷ്ടതയേറിയ വേറെ 7 ആത്മാക്കളെ കൂടി കൊണ്ടുവരുന്നു. അവരും അവിടെ കയറി പാർക്കുന്നു. ആ മനുഷ്യന്റെ പിന്നത്തെ സ്ഥിതി മുമ്പലത്തേതിലും വല്ലാതെയാകും. ഈ ദുഷ്ട തലമുറയ്ക്കും അങ്ങനെ ഭവിക്കും. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ മനോഹരമായ ഒരു ഉപമയാണ് ഇത്. അവൻ്റെ ചിത്രീകരണങ്ങൾ, ഇല്ലസ്ട്രേഷൻസ് പ്രധാനമായും ഉപമകളിൽ കൂടിയാണ് നൽകിയത്. പാരബിൾസ് സാധാരണമായ ജീവിത പശ്ചാത്തലങ്ങളിൽ നിന്നും ഉദാഹരണങ്ങൾ കണ്ടെത്തി ദൈവികമായ സത്യങ്ങളെ വളരെ മനോഹരമായി ആവിഷ്കരിക്കുന്നതിന് യേശുവിനുള്ള പ്രാപ്തി അതിശ്രേഷ്ഠമാണ്. ഇത്രയും മനോഹരമായ ഉപമകൾ അല്ലെങ്കിൽ ഉദാഹരണങ്ങൾ ചിത്രീകരിച്ചിട്ടുള്ള മറ്റാരെയും നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നില്ല. യേശുവിൻ്റെ ഉപമകളെക്കുറിച്ച് നാം ചിന്തിച്ചാൽ, ഉദാഹരണത്തിന് ദ പാരബിൾ ഓഫ് ദ പ്രോഡിഗൽ സൺ, മുടിയനായ പുത്രന്റെ ഉപമ മനോഹരം. ദ പാരബിൾ ഓഫ് ദ ഗുഡ് സാമരിറ്റൻ, നല്ല ശമരിയാക്കാരന്റെ ഉപമ. ദ പാരബിൾ ഓഫ് ദ ലോസ്റ്റ് ഷീപ്പ്, കാണാതെ പോയ ആടിന്റെ ഉപമ. ദ പാരബിൾ
ഓഫ് ദി മസ്റ്റർഡ് സീഡ്. ചെറിയ ഒരു വിത്ത്, പക്ഷെ അത് വളരുമ്പോൾ എത്ര ശ്രേഷ്ഠം. കടുക് മണിയുടെ ഉപമ. അപ്പോൾ ഇങ്ങനെ മനോഹരങ്ങളായ ഉദാഹരണങ്ങൾ അനുദിന ജീവിതത്തിൽ നിന്നും കർത്താവ് കണ്ടെത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ഒരു പാരബിളാണ് ഇതും. ഒരു മനുഷ്യന്റെ അവസ്ഥയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അവന്റെ ഉള്ളിൽ നിന്ന് അശുദ്ധാത്മാവ് പോയി അടിച്ചു വാരി വൃത്തിയാക്കിയിരിക്കുന്നു. പക്ഷേ അവന്റെ മാറ്റം സമഗ്രമാകാത്തതിനാൽ ഈ അശുദ്ധാത്മാവ് ഒന്നിനു പകരം 7 എണ്ണത്തെ കൂടെ കൊണ്ടുവന്ന് ഈ വീട്ടിലേക്ക് അല്ലെങ്കിൽ ഈ മനുഷ്യനിലേക്ക് പാർക്കുന്നു. അവന്റെ അവസ്ഥ പഴയതിൽ നിന്നും വളരെയേറെ ദയനീയമായി ഇപ്പോൾ ആയി തീർന്നിരിക്കുന്നു. അപ്പോൾ യേശുവിൻ്റെ ഉപമയാണിത്. യേശുവിൻ്റെ ഒരു സവിശേഷത, ഈ ഡയലക്റ്റ് എന്ന് പറയുന്ന ഒരു ആശയം കൂടെ അവൻ്റെ ഉള്ളിലുണ്ട്. വൈരുദ്ധ്യങ്ങൾ. ഇവിടെ പ്രാരംഭമായിട്ട് ബഹുമാനപ്പെട്ട അച്ഛൻ സ്വാഗതം പറഞ്ഞപ്പോൾ അനുസരണത്തെക്കുറിച്ച് പറഞ്ഞു. ഈ അനുസരണം എന്ന തലവും നമ്മൾ ഈ എൽദോ നോമ്പിലെ വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ അനുസരണക്കേട് കാണിക്കുന്നവരുടെയും കഥയുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഉടനീളം നാം പരിശോധിക്കുമ്പോൾ ഈ ഡയലക്റ്റുകൾ, ഡയഗണലി ഓപ്പോസിറ്റ് അല്ലെങ്കിൽ വിപരീതമായ കാര്യങ്ങളെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന്, നീതിമാന്റെ ബുദ്ധിമാന്റെ യാത്ര മുകളിലോട്ടാകുന്നു, താഴെയുള്ള പാതാളത്തെ അവൻ ഒഴിഞ്ഞു പോകുന്നു. അപ്പോൾ മുകൾ സ്വർഗം, താഴെ പാതാളം. ഒരു മനുഷ്യന് സഞ്ചരിക്കാൻ കഴിയുന്ന 2 വഴികൾ, ദ 2 ways. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും യേശുക്രിസ്തു പറയുന്നുണ്ട്, പാറപ്പുറത്ത് പണിത വീട്, എന്നാൽ മണലിന്മേൽ പണിത വീട്. വ്യത്യസ്ത ധ്രുവങ്ങളിലുള്ള ഓപ്പോസിഷണലായിട്ട് നിൽക്കുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട്. സ്വർഗസ്ഥൻ, ഭൗമികൻ. മനുഷ്യനെ കുറിച്ചും ഇപ്രകാരം തന്നെയാണ് പലപ്പോഴും അവൻ ചിത്രീകരിച്ചിട്ടുള്ളത്. വളരെ മനോഹരമാണ് ഇത്തരത്തിലുള്ള ചിത്രീകരണങ്ങൾ. അതായത് ഈ ലോകത്തെ നോക്കുക, സശ്രദ്ധം നോക്കുക, അപ്പോൾ നമുക്ക് ഉദാഹരണങ്ങൾ കണ്ടെത്താൻ കഴിയും. അപ്പൊ ഇങ്ങനെ ഒരു ഉദാഹരണമാണ് ഇതും. ഈ വേദഭാഗത്തെ നാം ചർച്ച ചെയ്യുമ്പോൾ ഇന്നത്തെ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് ഈ വേദഭാഗം നൽകുന്ന 3 സന്ദേശങ്ങൾ പറയുന്നതിനാണ് ആഗ്രഹിക്കുന്നത്. ഈ 3 സന്ദേശങ്ങളും ഓരോ പ്രാർത്ഥനകളായിട്ട് രൂപപ്പെടുത്തും. ആ പ്രാർത്ഥനകൾ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഏറ്റുചൊല്ലാം. കാരണം ഇതൊരു ധ്യാനമാണല്ലോ. അതൊരു മോണോട്ടോണസ് ആയിട്ട് ഞാൻ എൻ്റെ പ്രാഗൽഭ്യം തെളിയിക്കുന്നതിലല്ല, നമുക്കൊന്നിച്ചു ചേർന്ന് ഈ വേദഭാഗം ധ്യാനിക്കുകയും പ്രാർത്ഥനകളായി രൂപപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ ഇത് 3 പ്രാർത്ഥനകളായിട്ട് നമ്മൾ രൂപപ്പെടുത്തും. ഒന്നാമത് നാം കാണുന്നുണ്ട്, ഇവിടെ ഈ വേദഭാഗത്തിൽ പരിചയപ്പെടുന്നുണ്ട്, ഒരു വീട് വൃത്തിയാകുന്നു, ഭംഗിയാകുന്നു, ക്രമീകൃതമാകുന്നു. പക്ഷെ ഈ വീടിൻ്റെ മാറ്റം സമ്പൂർണമല്ല, സമഗ്രമല്ല. ഒരു മനുഷ്യൻ, ഇപ്പം നമ്മൾ ഓരോരുത്തരും ഇവിടെ വന്നിരിക്കുന്നു, നമ്മൾ ഓരോരുത്തരും മാറുവാൻ ആഗ്രഹിക്കുന്നു, മാറുന്നു, പുറത്തേക്ക് ഇറങ്ങുന്നു, പിന്നെയും പഴയയിടത്ത്, പഴയ സാഹചര്യം, പഴയ രീതി. അതായത് നമ്മുടെ രൂപാന്തരം സമഗ്രമല്ല, സമ്പൂർണമല്ല. ഒരു വ്യക്തി എന്ന നിലയിൽ ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മൾ ബലഹീനരായ, ദുർബലരായ മനുഷ്യരാ, സാധാരണക്കാരാ. അതുകൊണ്ട് ജീവിതത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും, പ്രതിസന്ധികൾ ഉണ്ടാകും, നന്മകളുണ്ടാകും, കണ്ണുനീരുണ്ടാകും, സന്തോഷമുണ്ടാകും. ചിലപ്പോൾ നമുക്ക് ആശകൾ പൂർത്തീകരിക്കപ്പെടും, ചിലപ്പോൾ നമ്മുടെ ആശാഭംഗവും ഉണ്ടാകും. അപ്പോൾ വ്യത്യസ്തമായ അനുഭവങ്ങളുള്ള മനുഷ്യരാ നാം. അപ്പോൾ പ്രത്യേകമായി നാം നമ്മെ തന്നെ ഒന്ന് നോക്കിയാൽ വൈവിധ്യമാർന്ന ചോദനകളും നമുക്കുണ്ട്, താല്പര്യങ്ങളുമുണ്ട്. ചിലപ്പോൾ നമുക്ക് ഭക്ഷണത്തോട് വലിയ താല്പര്യമായിരിക്കും, ചിലപ്പോൾ ഭക്ഷണം കണ്ടാൽ വേണ്ട. ചിലപ്പോൾ നമുക്ക് വസ്ത്രത്തോട് വലിയ താല്പര്യമായിരിക്കും, ചിലപ്പോൾ നമുക്ക് വസ്ത്രം താല്പര്യമില്ല. ചിലപ്പോൾ നമുക്ക് യാത്രകൾ പോകാൻ ഉത്സാഹമായിരിക്കും, ചിലപ്പോൾ ഒരു യാത്രയും പോണ്ട, വീടിനുള്ളിൽ ഒതുങ്ങിയിരുന്നാൽ മതി. അപ്പോൾ ഇങ്ങനെ വൈവിധ്യമാർന്ന അനുഭവങ്ങളുള്ള മനുഷ്യരാണ് നാം ഓരോരുത്തരും. അപ്പോൾ ഒരു രൂപാന്തരം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നുവെങ്കിൽ അത് സമഗ്രമാകണം, കംപ്ലീറ്റ് ആകണം, ഹോളിസ്റ്റിക് ആകണം. എക്സാമ്പിൾ പറയാം. ഒരു രാജ്യം നന്നാകാൻ ആഗ്രഹിക്കുന്നു. രാജ്യം നന്നാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവിടുത്തെ ഭരണകർത്താക്കൾ മാത്രം നന്നായാൽ പോരാ, ആ രാജ്യത്തെ പൗരന്മാരും നന്നാകണം. ഒരു രാജ്യം നന്നാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ ജുഡീഷ്യറി, നീതിന്യായ വ്യവസ്ഥ നല്ലതാകണം. അവിടുത്തെ പോലീസ്
അത് നല്ലതാകണം. എക്സിക്യൂട്ടീവ് ഭരണകർത്താക്കളായിട്ട് വരുന്നവർ നന്നാകണം. ജനങ്ങൾ നല്ലതാകണം. എല്ലാ മേഖലകളിലും മാറ്റമുണ്ടാകണം. വിദ്യാഭ്യാസത്തിൽ, ആരോഗ്യരംഗത്തിൽ, കൃഷിയിൽ, വ്യവസായങ്ങളിൽ. ഇനി ഒരു രാജ്യം അതിൽ തന്നെ ഉൾക്കൊള്ളുന്നതുമല്ല, മറിച്ച് ബാഹ്യ രാജ്യങ്ങളോടുള്ള, മറ്റ് രാജ്യങ്ങളോടുള്ള ബന്ധങ്ങളിലും ഒരു ക്രമീകരണം ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ഒരു രാജ്യം സമഗ്രമായി മാറുകയുള്ളൂ. ഒരു ദേവാലയം, ഒരു പള്ളി, ഇടവക അത് നന്നാകുന്നുവെങ്കിൽ പുരോഹിതർ മാത്രം നന്നായത് കൊണ്ട് കാര്യമാവുകയില്ല. ഇടവകയുടെ ഭരണസമിതി, മദ്ബഹായിലെ ശുശ്രൂഷകർ, ആധ്യാത്മിക സംഘടനകൾ, ഇടവകയിലേക്ക് കടന്നു വരുന്ന വിശ്വാസികൾ, ഇനി ജനങ്ങൾ മാത്രമാണോ? ഈ ദേവാലയത്തിന്റെ ടെമ്പറലായിട്ടുള്ള, ഭൗതികമായിട്ടുള്ള ക്രമീകരണങ്ങളും ചിട്ടപ്പെടണം. പള്ളി മനോഹരമാകണം. ദേവാലയത്തിൽ എന്തെങ്കിലും ആരാധനാപരമായ കാര്യങ്ങൾ നിർവഹിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് സവിശേഷമായി ആധ്യാത്മിക ചൈതന്യമുള്ളതായി നിർവഹിക്കപ്പെടണം. അപ്പോൾ ഒരു ദേവാലയത്തിന്റെ മാറ്റം അത് സമഗ്രമാകണം. നമ്മൾ വീട് വൃത്തിയാക്കാൻ ആഗ്രഹിക്കുന്നു. വീട് വൃത്തിയാക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചെയ്യുന്നത് ഒരു ചൂലെടുത്ത് കരയ്ക്കുള്ളിൽ നമ്മൾ തൂക്കും, എല്ലാ പൊടിപടലങ്ങളും മാറ്റും. പക്ഷെ അതുകൊണ്ട് വീട് വൃത്തിയാകുമോ? ജനലുകൾ തുറന്നിടണം, അല്ലേ? പൊടിപടലങ്ങൾ പുറത്തേക്ക് പോകണം. പക്ഷെ തൂത്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്, നമ്മുടെ കിടക്കയിലെ ബെഡ്ഷീറ്റും തലയണയും കഴുകണം. എല്ലാ ആഴ്ചയിലും കഴുകണം. നമ്മൾ നമ്മുടെ വസ്ത്രം നന്നാക്കുന്നു. വസ്ത്രം നന്നാക്കുമ്പോൾ നമ്മൾ അകവും പുറവും വൃത്തിയാക്കും, അല്ലേ? എങ്കിൽ മാത്രമേ വസ്ത്രം പൂർണ്ണമായി വൃത്തിയായി എന്ന് പറയുകയുള്ളൂ. യേശുക്രിസ്തുവും ഇപ്രകാരം ചിന്തിച്ചിട്ടുണ്ട്, ചിത്രീകരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ തളികകൾ, നിങ്ങളുടെ പാത്രങ്ങൾ, നിങ്ങളുടെ ചഷകങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്ലാസുകൾ, ഇതിൻ്റെ അകം നിങ്ങൾ വൃത്തിയാക്കും, അല്ലെങ്കിൽ പുറം വൃത്തിയാക്കും. ഏതെങ്കിലും ഒന്ന് മാത്രമായി നിൽക്കുകയാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 23-ാമത്തെ അധ്യായം 25 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവ് ഇത് ചിത്രീകരിക്കുന്നുണ്ട്. വിശുദ്ധ മത്തായി 23-ാമത്തെ അധ്യായം 25 മുതലുള്ള വാക്യങ്ങൾ. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം! നിങ്ങളുടെ കിണ്ണങ്ങളുടെ അല്ലെങ്കിൽ പാത്രങ്ങളുടെയും ഗ്ലാസുകളുടെയും ചഷകങ്ങളുടെയും ഒക്കെ പുറം വെടിപ്പാക്കുന്നു, അകത്തോ കവർച്ചയും അതിക്രമവും നിറഞ്ഞിരിക്കുന്നു. കുരുടനായ പരീശനെ, കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കേണ്ടുന്നതിന് മുമ്പേ അവയുടെ അകം വെടിപ്പാക്കുക. കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നിങ്ങളുടെ കണ്ണിനെ നിങ്ങൾ സൂക്ഷിക്കുക. കാരണം ഈ കണ്ണിൽ നിന്നാണ് നിങ്ങൾക്ക് ഈ ലോകത്തെക്കുറിച്ചുള്ള ഏറ്റവും പ്രാഥമികമായ ഇൻഫർമേഷൻ കിട്ടുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ ചിന്തകളെ, വികാരങ്ങളെ സ്വാധീനിക്കും. നിങ്ങളുടെ കണ്ണ് പ്രകാശമുള്ളതാകട്ടെ. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ 2 ചിത്രീകരണങ്ങൾ നൽകുന്നത് നമുക്കെപ്പോഴും സുപരിചിതമായിട്ടുണ്ട്. ഒന്നാമത്തെ ചിത്രീകരണം റോമാലേഖനം 12-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യമാണ്. റോമർ 12:2. അവിടെ പറയുകയാണ്, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടുന്നതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. ആന്തരിക മനുഷ്യനെ ശക്തിയുള്ളതാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാഹ്യമായി നമ്മുടെ ഇടപെടലുകളും സവിശേഷമാകും, ശക്തിയുള്ളതാകും, പ്രസാദാത്മകമാകും, പോസിറ്റീവാകും. സമാനമായി പൗലോസ് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം അതിൻ്റെ 5-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം. കൊരിന്ത്യർ 2-ാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. എ ന്യൂ ഡൈമെൻഷൻ, ഒരു പുതിയ തലം, സമഗ്രമായ മാറ്റത്തിന്റെ തലം. അപ്പൊ നമുക്ക് ഈ സമഗ്രമായ മാറ്റം അനിവാര്യമാണ്. നമ്മൾ നമ്മുടെ വാക്കുകളെ ക്രമപ്പെടുത്തുക, നമ്മുടെ ചിന്തകളെ ക്രമപ്പെടുത്തുക, നമ്മുടെ നടപ്പിനെ ക്രമപ്പെടുത്തുക, നമ്മുടെ ഇടപെടലുകളിൽ കൃത്യത ഉണ്ടാവുക. അപ്പോൾ സമഗ്രമായ മാറ്റം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. അടുത്തിടെ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തിലെ കാര്യങ്ങൾ ഒക്കെ ഓർമ്മപ്പെടുത്തിയപ്പോൾ അദ്ദേഹം തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് പോകുന്നതായിട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെയുള്ള ഒരാൾ പെട്ടെന്ന് തന്നെ ആ മനുഷ്യനോട് പറഞ്ഞു, ആദ്യം
ചേട്ടൻ്റെ വീടൊന്ന് നന്നാക്കുക. അത് കഴിഞ്ഞിട്ട് തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് പോവുക. നമ്മൾ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ വരും, ഇറ്റ് ഈസ് ഗുഡ്, നല്ലതാണ്. നമുക്ക് ഒരു പേഴ്സണൽ മെഡിറ്റേഷന്, പ്രാർത്ഥനയ്ക്ക്, അതിനൊരു ആരാധന ഇടത്ത് വന്ന് നമ്മൾ പ്രത്യേക ശ്രദ്ധ പാലിച്ച് അവിടെ നിൽക്കുന്നു, ഗുഡ്. പക്ഷെ നമ്മുടെ ഭവനം ക്രമപ്പെടുത്തിയില്ലെങ്കിൽ നമ്മുടെ ആധ്യാത്മികത തകർന്നു പോകും. ഈ വിശുദ്ധരൊക്കെ നമ്മെ അനുഗ്രഹിച്ച് അയക്കുമ്പോൾ അവരും ആഗ്രഹിക്കുന്ന ഇത് തന്നെയാണ്. സമഗ്രമായ ഒരു മാറ്റത്തിലേക്ക് നമുക്ക് വരേണ്ടുന്നതുണ്ട്. തിരുവചനം ചില വ്യക്തികളെ നമുക്ക് മുമ്പാകെ വരച്ചു കാണിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ സമഗ്രമായ മാറ്റമുണ്ടായി. അതിൽ ഒരു ഉദാഹരണമാണ് ചുങ്കക്കാരൻ സക്കായി. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളിൽ നിങ്ങൾക്ക് ആ വ്യക്തിയെ പരിചയപ്പെടാനിടയാവും, അറിയാം. അദ്ദേഹം മുഖ്യ ചുങ്കക്കാരനാണ്, ചുങ്കക്കാരിൽ പ്രമാണി, വളരെ ധനികനാണ്. പക്ഷെ ഈ മനുഷ്യന്റെ ജീവിതത്തിൽ കുറവുകളുണ്ട്. കർത്താവിനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചു. കർത്താവ് അവന്റെ വീട്ടിലെത്തി കഴിയുമ്പോൾ സക്കായി പറയുന്ന കാര്യമുണ്ട്, കർത്താവേ, ഞാൻ സമ്പാദിച്ചിട്ടുള്ളതിൽ പകുതി ആർക്ക് കൊടുക്കുന്നു? ദരിദ്രർക്ക് കൊടുക്കുന്നു. ഞാൻ ആരെങ്കിലും നിന്ന് ചൂഷണത്തോടുകൂടി, അതിക്രമത്തോടുകൂടി പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 4 ഇരട്ടി കൊടുക്കുന്നു. നോക്കിക്കേ, അവൻ്റെ തൊഴിലിടത്തിൽ അവന് മാറ്റമുണ്ടാകുന്നു, അവൻ്റെ ധനസമ്പാദന മാർഗത്തിൽ മാറ്റമുണ്ടാകുന്നു, അവൻ്റെ വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ മാറ്റമുണ്ടാകുന്നു. ചിലപ്പോൾ അവൻ സ്വർണ്ണ കട്ടിലായിരിക്കും കിടക്കുന്നത്, പക്ഷെ ഒരു ഉറക്കം അവന് കിട്ടുന്നില്ല. അങ്ങനെ എത്രയോ മനുഷ്യരുണ്ട്. പ്രബലരായിരിക്കാം, ധനികരായിരിക്കാം, വിദ്യാസമ്പന്നരായിരിക്കാം, രാഷ്ട്രീയമായി, സാമൂഹികമായി, സാമ്പത്തികമായി പിടിപാടുകളൊക്കെ കാണും. പക്ഷെ ഉറങ്ങാൻ കഴിയാത്ത മനുഷ്യർ, നല്ല വിശ്രമം കിട്ടാത്ത മനുഷ്യർ. പക്ഷെ തെരുവോരങ്ങളിൽ ചിലപ്പോൾ ഒരു ചെറിയ പാവ വിരിച്ച് പുതപ്പ് കൊണ്ട് മൂടി, ചെറിയ ഈ കൊതുകുകളുടെ മൂളിച്ചയും എലികളുടെ പരാക്രമവും ഒക്കെ കണ്ടു കിടക്കുന്ന ചില മനുഷ്യരുണ്ട് ശാന്തമായിട്ട് ഉറങ്ങുമ്പോൾ. അപ്പോൾ നമ്മുടെ ഉറക്കത്തെ, നമ്മുടെ ജീവിതത്തെ എങ്ങനെ മാറ്റാം എന്നതിനെ സംബന്ധിച്ച് പ്രാഥമികമായ ഒരു ദർശനം സക്കായി നൽകുന്നുണ്ട്. നിന്റെ തൊഴിലിടത്തെ നീ നല്ലതാക്കുക. നമ്മളുടെ തൊഴിലിടങ്ങളെ നല്ലതാക്കണം. ഉദ്യോഗസ്ഥ തലങ്ങളിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഏത് തൊഴിലാണോ ചെയ്യുന്നത് അതിനെ ഒന്ന് ക്രമപ്പെടുത്തുക, ചിട്ടയുള്ളതാക്കുക, ക്രമീകൃതമാക്കുക, അഴിമതിരഹിതമാക്കുക. ഭംഗിയായിട്ട് നിങ്ങളുടെ തൊഴിലിടത്തെ ക്രമീകരിച്ചാൽ നിങ്ങളുടെ കുടുംബത്തിലേക്ക് ക്രിസ്തു ചിലപ്പോൾ വരും. അവൻ പറയും, ഇതാ ഇവനും അബ്രഹാമിന്റെ പുത്രനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷയുണ്ട്. മറ്റൊരു വ്യക്തി ശമരിയാക്കാരി സ്ത്രീയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ കാണാം. അവൾക്ക് പൊതുജനത്തെ അഭിസംബോധന ചെയ്യുവാൻ പ്രയാസമുണ്ട്. സാധാരണക്കാരിയായ സ്ത്രീയാ, പക്ഷെ അവളുടെ കുടുംബ ജീവിതം തകർന്ന് താറുമാറായിരിക്കുക. എല്ലാവരാലും നികൃഷ്ട എന്ന് പേര് ചാർത്തപ്പെടുന്ന ഒരു സ്ത്രീ. അവൾ ഒരു ദിവസം ഉച്ചയ്ക്കാണ് വെള്ളം കോരുന്നതിന് വരുന്നത്. യേശുക്രിസ്തു അവളെ സമീപിക്കുന്നു, സംസാരിക്കുന്നു. ആശയ സംവേദനം പതുക്കെ പതുക്കെ ഒരു വേദശാസ്ത്ര ചർച്ചയിലേക്കാണ് പോകുന്നത്. മെല്ലെ മെല്ലെ ക്രിസ്തു ആരെന്ന് അവളുടെ മുമ്പിൽ അനാവരണം ചെയ്യപ്പെടുന്നുണ്ട്. ആദ്യം യേശുവിനെ വിളിക്കുന്നത് നീ ഒരു യഹൂദനല്ലയോ. മെല്ലെ കഴിയുമ്പോൾ നീ ഒരു മാസ്റ്ററാണ്, പ്രഭുവാണ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ നീ ഒരു പ്രവാചകനാണ്, നബിയാണ്. അത് കഴിയുമ്പോൾ അവളുടെ ഉള്ളിൽ ആ മാറ്റമുണ്ടായിട്ട് അവൾ പറയുകയാണ്, അത് മശിഹായാണ്. അവൾ സുവിശേഷവുമായിട്ട് സ്വന്തം പട്ടണത്തിലേക്ക് ചെന്ന് അവരോട് പറയുന്നു. അവർ ക്രിസ്തുവിനെ ക്ഷണിക്കുന്നു. അവിടെ അവൻ പാർക്കുന്നു. 2 ദിവസം പാർത്തു കഴിയുമ്പോൾ ആ പട്ടണത്തിലുള്ള ശമരിയർക്ക്, യഹൂദന്മാരോട് വിരുദ്ധമായ നിലപാട് എപ്പോഴും സ്വീകരിക്കുന്ന, ഒരു വിദ്വേഷത്തിന്റെ കനൽ എപ്പോഴും കത്തി നിൽക്കുന്ന ഇടത്ത് ക്രിസ്തു പാർക്കുകയും അവർ തിരിച്ചറിയുകയും ചെയ്യുകയാണ്, ഇനി നീ പറഞ്ഞതുകൊണ്ടല്ല, ഇവൻ സാക്ഷാൽ ലോകരക്ഷിതാവെന്ന് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു, തിരിച്ചറിഞ്ഞിരിക്കുന്നു, മനസ്സിലാക്കി. നോക്കിക്കേ, ഒരു സ്ത്രീക്കുണ്ടാകുന്ന മാറ്റം കുടുംബജീവിതത്തിൽ, ഇടപെടലുകളിൽ. അവളുടെ വാട്സാപ്പ് ചാറ്റുകളിൽ പ്രശ്നമുണ്ട്, അവളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ പ്രശ്നമുണ്ട്, അവളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്സിൽ പ്രശ്നമുണ്ട്, അവളുടെ ഫോൺ കോളുകളിൽ പ്രശ്നമുണ്ട്. അപ്പൊ ഇങ്ങനെ പലതരത്തിൽ പ്രശ്നമുള്ള ഒരു ലേഡി, ഒരു സ്ത്രീ, പുരുഷനുമാകാം, മാറുമ്പോൾ അതൊരു സുവിശേഷമാവുകയാണ്.
മറ്റുള്ളവർക്ക് മുമ്പാകെ ക്രിസ്തു ലോകരക്ഷിതാവെന്ന ഒരു സാക്ഷ്യമായി അത് രൂപപ്പെടുകയാണ്. അതുകൊണ്ട് രണ്ടാമത് നമ്മുടെ ഇടപെടലുകളിൽ, നമ്മുടെ ബന്ധങ്ങളിൽ, അത് കുടുംബത്തിലെ ആകാം, സമൂഹത്തിലെ സൗഹൃദങ്ങളാകാം, തൊഴിലിടത്തിലെ കൂട്ടങ്ങളാകാം. അപ്പോൾ ഇങ്ങനെയുള്ള ഇടങ്ങളിൽ നമുക്കുള്ള ബന്ധങ്ങളെ ഒന്ന് ക്രമപ്പെടുത്തിയാൽ അവിടെ സമഗ്രമായ മാറ്റത്തിലേക്ക്, ഒരു സുവിശേഷക എന്ന നിലയിലേക്ക്, സുവിശേഷകൻ എന്ന തലത്തിലേക്ക് നമുക്ക് മാറുവാൻ, പുരോഗമിക്കുവാൻ കഴിയുന്നതാണ്. മറ്റൊരു വ്യക്തി നമുക്കറിയാം, യോഹന്നാൻ എഴുതിയ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിൽ കാണുന്ന അന്ധനായ മനുഷ്യൻ. ഇപ്പോൾ അവന് സൗഖ്യമുണ്ട്. യേശുവിനെ സമീപിക്കുന്നു, യേശു സൗഖ്യത്തെ പ്രദാനം ചെയ്യുന്നു. കുറച്ചു കഴിയുമ്പോൾ നമുക്കറിയാം അവൻ യേശുവിന് വേണ്ടി വാദിക്കുന്നവനായി തീരുകയാണ്. കർത്താവിന് വേണ്ടി വാദിക്കുന്ന ഒരു മനുഷ്യൻ. ആത്മീകമായി അവന് പുരോഗതി ഉണ്ടാകുന്നു, വലിയ മാറ്റമുണ്ടാകുന്നു. ഇന്നലെ ദിവ്യബോധനം പഠന പദ്ധതിയുടെ ഒരു കോൺവെക്കേഷൻ വൈദിക സെമിനാരിയിൽ നടന്നു. അപ്പോൾ വൈദിക സെമിനാരിയിൽ നടന്നപ്പോൾ ഒരു കണക്ക് പറഞ്ഞത്, ആ പ്രസ്ഥാനം തുടങ്ങിയിട്ട് 42 വർഷങ്ങളാകുന്നു. ഏകദേശം 50,000 സ്ത്രീ പുരുഷന്മാർ അതിൽ പങ്കെടുത്ത് കോഴ്സുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു പുതിയ കോഴ്സ് കൂടെ തുടങ്ങി, പോസ്റ്റ് ഗ്രാജുവേഷൻ. ഓൾഡ് ടെസ്റ്റമെന്റ് പഴയ നിയമം, ന്യൂ ടെസ്റ്റമെന്റ് പുതിയ നിയമം, തിയോളജി വേദശാസ്ത്രം, സഭാചരിത്രം, ചർച്ച് ഹിസ്റ്ററി, ഇതൊക്കെ പഠിക്കാം. ആളുകൾ ഉത്സാഹത്തോടെ വരുന്നേ. നമുക്ക് കർത്താവിനെ കുറിച്ച് പഠിക്കേണ്ടുന്നതുണ്ട്. സൺഡേ സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകൾ കർത്താവിനെ കുറിച്ച് പഠിക്കുന്നതിനിടയാകും. മലങ്കര സഭ മാസിക വായിക്ക്, പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒരു സമയത്ത് നമുക്ക് പെരുന്നാളുകളുമായി ബന്ധപ്പെട്ട് മാത്രമാണ് വേദപുസ്തകം വായിക്കുന്നതിനും പഠിക്കുന്നതിനും അവസരമുണ്ടായിരുന്നത് എങ്കിൽ ഇന്നിപ്പോൾ 1000 യൂട്യൂബ് ചാനലുകളാണ്. നമുക്ക് തന്നെ വായിച്ചു മനസ്സിലാക്കുന്നതിന് നമ്മുടെ മുമ്പാകെ പുസ്തകങ്ങൾ എത്രയധികമുണ്ട്. ഒരു സമയത്ത് നമുക്ക് വിശുദ്ധ ഗ്രന്ഥമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ എത്രയോ തർജ്ജമകൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ഗ്രീക്കിലും ഒക്കെ വായിക്കാം. ഇനി വായിച്ച വാക്കുകൾ കൃത്യമാണോ, അത് ശരിയാണോ, യഥാർത്ഥത്തിലെ വാക്കെന്താണ് എന്ന് മനസ്സിലാക്കാൻ ഹീബ്രുവും ഗ്രീക്കും ഒക്കെ മനസ്സിലാക്കത്തക്ക രീതിയിൽ നമുക്ക് മൊബൈൽ ഫോൺ ആപ്ലിക്കേഷൻസ് ഉണ്ട്, പഠിക്കാം. ഇനി ബ്ലൈൻഡ് ആയിരിക്കുന്ന ഒരാൾക്ക് ഇത് വായിക്കാൻ, കണ്ണുകൊണ്ട് വായിക്കാൻ കഴിയാത്ത ആളാണെങ്കിൽ കേൾക്കാൻ നമുക്ക് കഴിയും. അപ്പോൾ ഇങ്ങനെ സമഗ്രമായൊരു മാറ്റം നമുക്ക് ദൈവത്തെക്കുറിച്ച് അറിയുന്നതിന് സംലഭ്യമായിട്ടുള്ള ഒരു കാലയളവാണ്. കർത്താവിനെ കുറിച്ച് വായിക്കുക, അറിയുക, മനസ്സിലാക്കുക, പഠിക്കുക, നമ്മുടെ ആധ്യാത്മികത നിഷ്ഠയുള്ളതാക്കുക. ഒരാരാധനയ്ക്ക് സംബന്ധിക്കുമ്പോൾ കൃത്യമായി ആരാധനക്രമം കൈകളിലേന്തുക. ചിലപ്പോൾ നമ്മുടെ ശ്രദ്ധ പാളിപ്പോകാം, പക്ഷേ നമ്മുടെ കയ്യിൽ ഒരു ആരാധനക്രമം ഉണ്ടല്ലോ, അത് താഴെ വീണാൽ മറ്റുള്ളവരെന്തോ ചിന്തിക്കും. കൈകളിലേന്തുക. നമുക്ക് അങ്ങനെ ആധ്യാത്മികമായ ജീവിതത്തിൽ ഒരു സമഗ്രമായ മാറ്റം അനിവാര്യമാണ്. അങ്ങനെ വരുമ്പോൾ മറ്റുള്ളവർക്ക് മുമ്പാകെ ഉറപ്പോടുകൂടി ക്രിസ്തുവിനെ സാക്ഷിക്കുന്നതിനും ഇടയാകും. കുടുംബത്തിൽ നിന്ന് ചിലപ്പോൾ പുറത്തു പോകും, സമൂഹത്തിൽ നിന്ന് തിരസ്കൃതനാകും, പക്ഷെ പള്ളിയിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്കൊരു പ്രവേശനം സാധ്യമാണ്. നോക്കിക്കേ, സമഗ്രമായൊരു മാറ്റം. ഒരു വീട് അടിച്ചു വൃത്തിയാക്കി ഒരു മനുഷ്യൻ പ്രസംഗമൊക്കെ കേട്ടു, പ്രാർത്ഥിച്ചു, പുറത്തേക്കിറങ്ങി. ബട്ട് വെയർ ഈസ് ദ ട്രൂ ട്രാൻസ്ഫർമേഷൻ? എവിടെയാണ് യഥാർത്ഥമായ സമഗ്രമായ സമ്പൂർണമായ മാറ്റം? അതുകൊണ്ട് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്ന പ്രഥമമായ കാര്യം നമുക്ക് മാറേണ്ടുന്നതുണ്ട്. ആ മാറ്റം കേവലം ബാഹ്യമായി പോകരുത്. ആന്തരികവും ബാഹ്യവുമായ സമഗ്രമായ മാറ്റം നമുക്ക് അനിവാര്യമാണ്. കർത്താവ് നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണ സമ്പൂർണനായിരിക്കുന്നത് പോലെ സൽഗുണ സമ്പൂർണരാകുവിൻ. ബി പെർഫെക്റ്റ് ആസ് യുവർ ഹെവൻലി ഫാദർ ഈസ് പെർഫെക്റ്റ്. സ്വർഗീയ പിതാവിനെ പോലെ പെർഫെക്ഷനിലേക്ക് നമുക്ക് വളരാം. അതുകൊണ്ട് പ്രഥമമായി ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പൂർണ്ണമായ ഒരു രൂപാന്തരം, മാറ്റം നമുക്ക് അനിവാര്യമാണ്. അതൊരു പ്രാർത്ഥനയാക്കിയാൽ, കർത്താവേ സമഗ്രമായ രൂപാന്തരത്തിലേക്ക് ഞങ്ങളെ നീ നയിക്കണം. എന്താ പ്രാർത്ഥന? ദൈവമേ സമഗ്രമായ രൂപാന്തരത്തിലേക്ക് ഞങ്ങളെ നീ നയിക്കണമേ. എൻ്റെ മിടുക്കൊണ്ടൊന്നും ചെയ്യാനൊക്കത്തില്ല, ചെയ്യാം ഒരു പരിധി വരെ, പക്ഷേ അത് കംപ്ലീഷനിലേക്ക്, പൂർണ്ണതയിലേക്ക് കൊണ്ടുവരുന്നത് ആരാ?
ദൈവമാണ്. ദൈവത്തിൻ്റെ കൃപയില്ലാതെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ, സമഗ്രമായ രൂപാന്തരത്തിലേക്ക് ഞങ്ങളെ, എന്നെ മാത്രമായാൽ കാര്യമില്ല, നമ്മളെ ഓരോരുത്തരെ നിങ്ങൾ മാറുമ്പോൾ ഞാനും മാറുകയാണ്, ഞാൻ മാറുമ്പോൾ നിങ്ങളും മാറുക. അപ്പോൾ നമ്മളെല്ലാവരും പരസ്പരം മാറുകയാണ്. ഒന്ന് ചേർന്ന് മാറുമ്പോൾ അത് വലിയൊരു സാക്ഷ്യമായി മാറുകയാണ്. അതുകൊണ്ട് ഒന്നാമത്തെ പ്രാർത്ഥന ഞാൻ പറഞ്ഞു തരാം. നമുക്കെല്ലാവർക്കും ചേർന്ന്, ഈ പള്ളിയിലുള്ള എല്ലാവരും, ഈ കേൾവിയിലുള്ള എല്ലാവരും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ, അത് ലൈവായിട്ടുണ്ട്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർ കേൾക്കുന്നുണ്ടായിരിക്കാം, അവരും പ്രാർത്ഥിക്കുമ്പോൾ അത് വലിയൊരു ശബ്ദമായി ദൈവസന്നിധിയിൽ ഒരു പ്രാർത്ഥനയായി വരും. ആ പ്രാർത്ഥന ഇപ്രകാരമാണ്: ദൈവമേ, സമഗ്രമായ രൂപാന്തരത്തിലേക്ക് നീ ഞങ്ങളെ നയിക്കണമേ. ദൈവമേ, സമഗ്രമായ രൂപാന്തരത്തിലേക്ക് നീ ഞങ്ങളെ നയിക്കണമേ. ദൈവമേ, സമഗ്രമായ രൂപാന്തരത്തിലേക്ക് നീ ഞങ്ങളെ നയിക്കണമേ. ഇങ്ങനെ രൂപാന്തരപ്പെട്ട് പോകുന്ന മനുഷ്യർക്കുണ്ടാകുന്ന രണ്ടാമത്തെ സവിശേഷത നോക്കൂ. ഈ വീട്ടിൽ നിന്നും ഒരു ഭൂതം അങ്ങ് പോയി, വീടിപ്പോൾ എംപ്റ്റിയാണ്, ആരുമില്ല. യഥാർത്ഥത്തിൽ അവിടെ ആരുടെ സാന്നിധ്യമാണ് നിറയ്ക്കേണ്ടുന്നത്? ദൈവത്തിൻ്റെ സാന്നിധ്യം നിറച്ചിരുന്നുവെങ്കിൽ പിശാചിന് വീണ്ടും കയറാനൊക്കുവോ? ഇല്ല. അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പാക്കേണ്ടുന്നതാണ്. ദ പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സാന്നിധ്യം. ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളോട് എപ്പോഴും കൂടെ ഉണ്ട്. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം. അപ്പൊ ഇവിടെ നോക്കിക്കേ, ദൈവത്തിൻ്റെ സാന്നിധ്യം, ദ പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു, ഈ ലോകത്തിലേക്ക് നിയോഗിച്ചു, ഈ സൃഷ്ടിയുടെ കാര്യവിചാരകരായി, സ്റ്റിവേർഡായിട്ട് നിയോഗിച്ചു. ഒരു നല്ല ഇടമൊക്കെ നൽകി. ഈ നല്ല ഇടമൊക്കെ നൽകി നിരന്തരം ദൈവം അവരോട് ആശയസംവേദനം നടത്തുന്നു. ദൈവം അവരോട് ആശയസംവേദനം നടത്തുന്നതിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം 8-ാം വാക്യത്തിൽ ഒരു പരാമർശമുണ്ട്. ഉൽപ്പത്തി 3-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം: വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. വെയിലാറിയപ്പോൾ, ഈവനിങ് ടൈം, ഒരു പ്രെയർ ടൈം, ദൈവം നടക്കുന്ന ഒച്ച, ദൈവത്തിൻ്റെ ശബ്ദം. ഇപ്പൊ നിങ്ങളെല്ലാവരും ഒരു നിമിഷം സൈലന്റ് ആയിരുന്നപ്പം ഈ ഫാനിന്റെ ശബ്ദം നമുക്ക് കേൾക്കാനുണ്ട്. ഈ പള്ളിയിൽ നിങ്ങൾ ഇരിക്കുമ്പം ശാന്തമായിട്ട് ഒരു 10 മിനിറ്റ് ഇരിക്കുക, ദൈവം പറയുന്നത് കേൾക്കാൻ ശ്രമിക്കുക. ദൈവം നമ്മളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്, നമ്മുടെ ഒപ്പം നടക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ വേഗതയിൽ, അല്ലാതെ ദൈവം മുൻപേ കയറി അങ്ങ് പോവല്ല, നമ്മുടെ വേഗതയിൽ നമ്മളെ മനസ്സിലാക്കി ഇമ്മാനുവേൽ എന്ന് നമ്മൾ ഈ എൽദോ പെരുന്നാളിന്റെ വേളയിൽ ആവർത്തിച്ച് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? ഇമ്മാനുവേൽ എന്താ വാക്കിന്റെ അർത്ഥം? ദൈവം നമ്മോടുകൂടെ എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് അവൻ നമ്മുടെ ഒപ്പം ഉണ്ട്. ആ സാന്നിധ്യം നിരന്തരമായി സജീവമായി ചൈതന്യം പകരുന്നതായി നമ്മുടെ കൂടെ ഉണ്ട്, ഒപ്പം നടക്കുന്ന ഒരു ദൈവം. പക്ഷെ ഈ ആദാമും ഹവ്വായും ദൈവത്തിന്റെ ശബ്ദമൊക്കെ അവർക്കറിയാം. അവൻ നടക്കുമ്പോൾ അവിടെയുള്ള ശബ്ദമൊക്കെ അറിയാം. ചിത്രീകരണത്തിന്റെ മനോഹാരിതയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നടക്കുന്ന ആ ശബ്ദം അവർക്കറിയാം. പക്ഷെ അവർ ദൈവത്തിൽ നിന്നും അകന്നു പോവുകയാണ്. വെളിപ്പാട് പുസ്തകത്തിന്റെ 3-ാമത്തെ അധ്യായം അതിന്റെ 20-ാം വാക്യത്തിലും ദൈവം മനുഷ്യനോട് അവന്റെ സാന്നിധ്യം എപ്പോഴും ഉറപ്പാക്കുവാൻ ശ്രമിക്കുന്നതിനെ കുറിച്ച് ഒരു പരാമർശമുണ്ട്. വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം 20-ാം വാക്യം: ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ദൈവം ഒരിക്കലും നമ്മളെ പ്രഷറൈസ് ചെയ്യത്തില്ല. തുറക്കണമെന്ന് പറഞ്ഞ് ചവിട്ടി തുറന്നു എന്നാണോ? ആണോ? അല്ല. അവൻ നോക്ക് ചെയ്യുകയാണ്, മുട്ടുകയാണ്. നമ്മളെ ഒരിക്കലും മൽപിടുത്തത്തിൽ കൂടി, ബലപ്രയോഗത്തിൽ കൂടി, അക്രമത്തിൽ കൂടി പിടിച്ചടക്കുന്ന ഒരു ദൈവത്തെ അല്ല നാം ആരാധിക്കുന്നത്. മറിച്ച് നമ്മെ അറിയുന്ന, മനസ്സിലാക്കുന്ന ഒരു ദൈവത്തെ. ആ ദൈവം നമുക്ക് മുമ്പാകെ ഇങ്ങനെ നോക്കിയാണ്. ടക്ക്
ടക്ക്. നമുക്ക് ഹൃദയവിശാലതയുണ്ടെങ്കിൽ, മാറാൻ താല്പര്യമുണ്ടെങ്കിൽ, രൂപാന്തരപ്പെടുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ, പൂർണ്ണതയിലേക്ക് വളരുവാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് വാതിൽ തുറന്നു കൊടുക്കാം. തുറന്നു കൊടുത്താൽ അവൻ അകത്തേക്ക് കയറുകയും മനോഹരമായ ഒരു വിരുന്നിൽ നമ്മൾ പങ്കെടുക്കുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെ ഒരു തലം കൂടെയുണ്ട്. അപ്പൊ ദൈവം മനുഷ്യനോട് ഇങ്ങനെ കൂട്ടായ്മ ആഗ്രഹിക്കുന്നു, ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയിൽ ഉടനീളം ഇത് സുവ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അവൻ അവരോടൊപ്പമായിരുന്ന എത്ര ഹൃദ്യമായ സന്ദർഭങ്ങൾ. ഈ ജനന പെരുന്നാളിന്റെ വേളയിൽ വായിക്കുന്ന വേദഭാഗങ്ങളും സമാനമായ അർത്ഥങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. ഉദാഹരണത്തിന്, കന്യക മറിയാമിന് ദൈവിക വെളിപാട് ഗബ്രിയേൽ ദൂതൻ വഴി ലഭ്യമാകുന്ന സമയത്തെക്കുറിച്ച് നമ്മുടെ ആരാധനയിൽ നമ്മൾ പാടുന്നു. പ്രാർത്ഥിപ്പാൻ തിൻമുമ്പിൽ മറിയാം നിന്നിടും നേരത്തഗ്നി ജ്വാലാവൃതനാം ദൂതൻ സവിതേ ചെന്നുര ചെയ്ദേവം രാജതനൂജൻ മണിമന്ദിരമേ മോതേ നിന്നിലമർന്നിടും ക്ഷാമം ജനതയ്ക്കാറ്റിടുവാൻ നിന്നഗതിത്വം മായിച്ച അതിശ്രേഷ്ഠനായവൻ, ധനികനായവൻ, ഒരിക്കലും കുറഞ്ഞു പോകാത്ത സമൃദ്ധിയുള്ളവൻ, അവൻ നിന്നിൽ വസിക്കുകയാണ്. നീ ശ്രേഷ്ഠയാണ്. നോക്കിക്കേ, പ്രാർത്ഥിപ്പാൻ നിന്നപ്പോൾ. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് നമുക്ക് ദൈവസാന്നിധ്യം നൽകുന്ന വളരെ ഹൃദ്യമായ സന്ദർഭമാണ്. അതിനകത്തെ 2-3 സന്ദർഭങ്ങൾ ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം. ഒന്നാമത് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് കുരിശു വരയ്ക്കുന്നത്. ശരിയായിട്ട് കുരിശു വരയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ഉറപ്പാക്കുന്ന സന്ദർഭമാണ്. ശരിയായിട്ടൊന്ന് കുരിശു വരച്ചേ, ഭംഗിയായിട്ട്, വിത്ത് കോൺഷ്യസ്നെസ്, പൂർണ്ണമായ ബോധ്യത്തിൽ ഒന്ന് കുരിശു വരച്ചേ. അപ്പൊ കുരിശു വരയ്ക്കുക. നോക്കിക്കേ, സ്വർഗവും ഭൂമിയും കർത്താവിൻ്റെ മനുഷ്യാവതാരവും രക്ഷാചരിത്രവും എല്ലാം നമ്മളിങ്ങനെ ഓർക്കുകയാ സമഗ്രതയിൽ. വേദശാസ്ത്രത്തിൻ്റെ ഒരു സംക്ഷിപ്തം, അതിൻ്റെ ഒരു കോർ, അതൊരു ചെറിയ ബോളാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബോളിൽ ഉള്ള സംഗതിയായിട്ട് നമുക്കതങ്ങ് ചുരുക്കി സംക്ഷിപ്തമായിട്ട് വളരെ നിമിഷാർത്ഥത്തിൽ നമ്മൾ ചിത്രീകരിക്കുകയാണ്. ഇനി നോക്കിക്കേ, കുരിശ് നമ്മുടെ എവിടാ വരയ്ക്കുന്നത്? മുൻപിലാ. എന്താ സൂചിപ്പിക്കുന്നത്? കുരിശ് മുമ്പിലായാൽ ഞാൻ പിറകിലാണ്. കർത്താവിൻ്റെ കുരിശിനെയാണ് ഞാൻ അനുഗമിക്കുന്നത്. എനിക്ക് സഞ്ചരിക്കുവാനുള്ള പാത ഇതാണ്, അതെൻ്റെ മുമ്പിൽ പോകട്ടെ. എൻ്റെ മുൻപാകെ എന്തെങ്കിലും ദുഷ്ടശക്തികൾ ഉണ്ടെങ്കിൽ അത് ഈ കുരിശു വഴി മാറട്ടെ. നോക്കിക്കേ, നമ്മുടെ കയ്യിൽ ഒരു തടിക്കുരിശൊന്നും വേണമെന്നില്ല. പക്ഷെ ആ കുരിശു വരയ്ക്കുക എന്ന ആ ചെറിയ കർമ്മം വലിയ കർമ്മമായി നാം മനോഹരമായി ചിത്രീകരിക്കുമ്പോൾ എത്ര അർത്ഥപൂർണമായ ഒരു ദർശനമാണ് അത് പങ്കുവെക്കുന്നത്. എത്ര ആരോഗ്യകരമായ അനുഗ്രഹകരമായ തലമാണ് ഒരു കുരിശു വരയ്ക്ക് തന്നെയുള്ളത്. നോക്കിക്കേ, ആ കുരിശ് വരയ്ക്കുന്നത് തന്നെ അനുഗ്രഹകരമായി വരയ്ക്കുവാൻ നമുക്ക് ഇടയാകണം. അതുതന്നെയാണ് നമ്മുടെ ഓർത്തഡോക്സ് ആരാധനയുടെ സമഗ്രമായ ആശയങ്ങളെ ഒരു ഗുളിക രൂപത്തിൽ, ക്യാപ്സൂൾ രൂപത്തിൽ നമുക്ക് നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് ഈ വിശുദ്ധരുടെ ചിത്രീകരണങ്ങളാണ്. വിശുദ്ധരുടെ ചിത്രീകരണങ്ങളൊക്കെ കാണുമ്പം, ഐക്കൺസ് ഒക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടുന്നത് ഈ രക്ഷാചരിത്രത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യർ, അവരൊക്കെയും കർത്താവിനെ സ്വീകരിച്ച് ഉൾക്കൊണ്ട് ദൈവിക ചൈതന്യത്തിൽ ജീവിച്ച മനുഷ്യർ, അവരുടെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നത്. ദേവാലയത്തിൽ തന്നെ നടുക്ക് ഈ ഒരു സ്പേസ് ക്രമീകരിച്ചിരിക്കുന്നതിൻ്റെ ഒരു സിംബോളിക് അർത്ഥം എന്താണ്? അത് വാങ്ങിപ്പോയവരുടെ ഒരിടം. അപ്പോൾ ആരാധന എന്ന് പറയുന്നത് ജീവനോടെയുള്ളവരുടെ മാത്രമല്ല, വാങ്ങിപ്പോയവരുടേതുമാണ്. വഴിയിൽ നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ കുരിശടികൾ കാണും. കുരിശടികൾ കാണുമ്പം നമ്മുടെ ഒരു പൈതൃകത്തിൽ, പാരമ്പര്യത്തിൽ കുരിശടികൾ, പള്ളികളൊക്കെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കുരിശ് വരയ്ക്കും. എന്താ സൂചിപ്പിക്കുന്നത്? ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ഇടങ്ങൾ. യാത്രയിൽ ഉടനീളം കർത്താവ് ബലം പകരട്ടെ. അപ്പോൾ ഇങ്ങനെ ഒരു തലം കൂടെ നമുക്ക് ഇങ്ങനെ വിശുദ്ധരുടെ ചിത്രങ്ങൾ കാണുമ്പോഴും, കുരിശു വരയ്ക്കുമ്പോഴും, കുരിശടികൾ കാണുമ്പോഴും, ദേവാലയം കാണുമ്പോഴും ഒക്കെ ഉണ്ട്.
നമ്മൾ വിശുദ്ധ ഗ്രന്ഥം കൈകളിൽ ഏന്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെ? കുരിശു വരച്ച് അത് മുത്തി അത് വായിക്കുന്നു. അത് മടക്കി വെക്കുമ്പോഴും അപ്രകാരം തന്നെ. എന്താ അത് ഓർമ്മിപ്പിക്കുന്നത്? ശുദ്ധ ഗ്രന്ഥം. അപ്പൊ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ആധ്യാത്മികമായ നിമിഷങ്ങളെ രൂപപ്പെടുത്തുന്ന ഇത്തരത്തിലുള്ള ചില ഘടകങ്ങൾ ഉണ്ടാകണം. ഇങ്ങനെ ഇല്ല എങ്കിൽ നമ്മൾ അതിനെ മറന്നുപോകും. ദ പ്രസൻസ്, സാന്നിധ്യത്തെക്കുറിച്ച് നാം ഏറെ ചർച്ച ചെയ്യുന്ന ഒരു കാലയളവാണല്ലോ ഇത്. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ ജീവിത പങ്കാളിയൊക്കെ നമ്മുടെ മുമ്പിൽ സജീവമായിട്ടുണ്ടാകണം. സ്പേഷ്യലായിട്ട്, സ്ഥലപരമായിട്ട് ദൂരങ്ങളിലായിരിക്കാം എങ്കിലും അവർ നമ്മുടെ കൂടെയുണ്ട് എന്ന ഉറപ്പാക്കൽ എപ്പോഴും ഉണ്ടാകണം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വിദേശത്തേക്ക് യാത്രയാവുകയാണ്. അവര് ഒരു സമയത്ത് ഗൾഫിലൊക്കെ പോയിരുന്നവർ നാട്ടിലേക്ക് തിരികെ വരുന്നതിനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് വെസ്റ്റേൺ കൺട്രീസിലേക്കും ഓസ്ട്രേലിയയിലേക്കും ഒക്കെ പോകുന്ന നമ്മുടെ തലമുറകൾ തിരികെ വരുവാനുള്ള സാധ്യത തുലവും പരിമിതമാണ്. അവർ യാത്രയാകുമ്പോൾ നമ്മുടെ ഒരു ചിത്രമൊക്കെ കൊടുക്കണം, ഒരു കുടുംബ ഫോട്ടോയൊക്കെ എടുത്ത് കൈ കൊടുത്തേക്കണം. ഇല്ലെങ്കിൽ ഇവർ മറന്നുപോകും. വാട്സാപ്പിൽ കൂടി എത്ര വീഡിയോ കോൾ ചെയ്താലും അതിലൊന്നും ഒരു പൂർണ്ണതയില്ല. കാരണം അവരുടെ മുമ്പാകെ നമ്മുടെ ഒരു സാന്നിധ്യമുണ്ട്. നമ്മളെ മറന്നു പോകരുത്, തലമുറകളെ മറന്നു പോകരുത്. ഇനി നമുക്ക് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു കാര്യമാണ് ഒരു ജീവചരിത്രമൊക്കെ എഴുതണം. ഈ ജീവചരിത്രമൊക്കെ എഴുതിയില്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ ഇവിടെ മടങ്ങി വരുമ്പോൾ ചിലപ്പോൾ അവർക്ക് നമ്മുടെ അടക്കത്തിന് വരാൻ കഴിഞ്ഞെന്നില്ല. ഇവിടെ വന്നു കഴിയുമ്പം അപ്പൻ്റെ അമ്മയുടെയും കല്ലറ ഏതാന്ന് പോലും അറിയാതെ ഈ പാവം പിടിച്ചവരിങ്ങനെ നിൽക്കും. ഇവിടെ എവിടെയോ ഉണ്ട്, അച്ഛൻ നീട്ടി അങ്ങ് വീശിക്കോ എന്ന് പറയാൻ ഇടയാകരുത്. നമ്മുടെ സാന്നിധ്യം ഉണ്ടാകണം, നമ്മുടെ പ്രസൻസ് ഉണ്ടാകണം, നമ്മുടെ ജീവിതത്തിൽ അവരുണ്ടാകണം, അവരും ഉണ്ടാകണം. അപ്പോൾ ഇങ്ങനെ ഒരു സാന്നിധ്യത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത, ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. തിരുവചനത്തിൽ നാം നോക്കിയാൽ ചില മനുഷ്യർ അവരുടെ ജീവിതത്തിൽ ഉടനീളം ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പാക്കിയവരാണ്. ഉദാഹരണമാണ് യാക്കോബിന്റെ പുത്രൻ ജോസഫ്. ഉൽപ്പത്തി പുസ്തകം 39 അധ്യായം മുതൽ 50 അധ്യായം വരെ ജോസഫിന്റെ വൃത്താന്തങ്ങളാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ജോസഫിനെ നമുക്കറിയാം, സഹോദരന്മാരാൽ തിരസ്കൃതനായി അവൻ പൊട്ടക്കിണറ്റിൽ വീഴുന്നു, ഈജിപ്തിലേക്ക് പോകുന്നു, പൊത്തിഫറിന്റെ ഭവനത്തിൽ, അവിടെയും ദുരിതപൂർണമായ അന്തരീക്ഷം, തടവറയിൽ പ്രതീക്ഷകളൊക്കെ വറ്റി. പക്ഷെ ദൈവത്തിന്റെ മുൻപാകെ നീതിയോടെ നന്മയോടെ ജീവിക്കുന്ന ജോസഫ് അവസാനം എവിടെയാണ് എത്തുന്നത്? കൊട്ടാരത്തിലെത്തുന്നത്. കൊട്ടാരത്തിലെത്തുമ്പോഴും ദൈവത്തിന്റെ സാന്നിധ്യം ഉറപ്പാക്കി, ദൈവത്തെ മുറുകെ പിടിച്ച് താൻ ജീവിക്കുന്ന രാജ്യത്തിന്റെ നന്മയ്ക്കു വേണ്ടി, ദേശത്തിന്റെ നന്മയ്ക്കു വേണ്ടി, ജനങ്ങൾ ദരിദ്രരാകരുത്, അവർക്ക് ഭക്ഷണം കിട്ടാതെ പോകരുത് എന്നുള്ള ബോധ്യത്തിൽ വളരെ കൃത്യമായ നയരൂപീകരണം നടത്തി മുന്നോട്ടു പോകുന്ന ജോസഫിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ജോസഫ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ സാക്ഷ്യമായി പറയുന്ന ഒരു വേദഭാഗമായിട്ട് എൻ്റെ മനസ്സിൽ എപ്പോഴും കടന്നു വരുന്നത് ഉൽപ്പത്തി പുസ്തകം 50 അധ്യായം അതിൻ്റെ 20 വാക്യമാണ്. ഉൽപ്പത്തി പുസ്തകം 50 അധ്യായം 20 വാക്യം. നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു. സഹോദരന്മാരോട് പറയുന്നത്, നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു. അവനത് അറിയാം. അടുത്തത്, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടുന്നതിന് അതിനെ ഗുണമാക്കി തീർത്തു. ആകയാൽ നിങ്ങൾ ഭയപ്പെടേണ്ട. ദൈവത്തിന്റെ സാന്നിധ്യം ഉറപ്പാക്കി പോയാൽ ജീവിതത്തിൽ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാകാം. പക്ഷേ നിരന്തരം ദൈവസാന്നിധ്യം ഉറപ്പാക്കി പോകുന്നവർക്ക് ഒരിക്കലും തല കുനിക്കേണ്ടി വരികയില്ല, തളർന്നു പോകത്തില്ല. നമ്മൾ ജീവിതകാലത്ത് വലിയ സമൃദ്ധിയിലൊന്നും എത്തത്തില്ല. നമ്മുടെ മക്കളൊന്നും രക്ഷപ്പെട്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ഒന്നും ആകത്തില്ല. സാധാരണമായ സാഹചര്യത്തിൽ അവർ ജീവിച്ചു പോകാം. പക്ഷെ ജീവിതത്തിൽ ഉടനീളം ഒരു സമാധാനവും ഐശ്വര്യവും ഒക്കെ അനുഭവിച്ച് അവസാനം ഇത്തരത്തിലുള്ള ഒരു സാക്ഷ്യം പറയാനിടയാകും. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ പ്രതിസന്ധികളെയൊക്കെ ദൈവം എനിക്ക് ഗുണകരമാക്കി തരുവാൻ പ്രാപ്തനാണ്. ആ ഒരു ബോധ്യത്തിലേക്ക് ജോസഫ് നമ്മെ നയിക്കുന്നുണ്ട്. അപ്പോൾ ദൈവസാന്നിധ്യം ഉറപ്പാക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. പക്ഷെ ഡോണ്ട് വറി, എൻ്റെ കൂടെ ആരുണ്ട്? ദൈവമുണ്ട്. എനിക്ക് ഇതിനെയെല്ലാം ഓവർകം ചെയ്യാൻ, തരണം ചെയ്യുവാൻ ഇടയാകും. രണ്ടാമത്തെ വ്യക്തി മോശയാണ്. മോശ ഒരു യഹൂദ ബാലൻ. അദ്ദേഹം വളരുന്നതൊക്കെ ഫറവോയുടെ കൊട്ടാരത്തിൽ. പക്ഷേ മോശ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടായി, ആട്ടിടയനായി, മിദ്യാനിയ പുരോഹിതനായി ഇത്രോയുടെ
ഭവനത്തിൽ താമസിച്ച് അവിടെ ഒരു കുടുംബസ്ഥനായിട്ടൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു ദിവസം ഈ മുൾപടർപ്പ് എരിയുന്നത് കാണുന്നത്. അവിടെ തുടങ്ങുകയാണ് മോശയുടെ ദൈവാനുഭവം. ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുകയാണ്. നമുക്കും ചിലപ്പോഴൊക്കെ ഈ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ ഇടയാകുന്നുണ്ട്. ഇപ്പോൾ ഈ പുതുപ്പള്ളി പള്ളിയിൽ നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ദൈവ സാന്നിധ്യം, ഒരു ഡിവൈൻ പ്രസൻസ്, നമ്മുടെ ഭവനത്തിലുമൊക്കെ ഇത്തരത്തിലുള്ള ചില ഇടങ്ങൾ ഉണ്ടാകണം. ഒരു ഡിവൈൻ പ്രസൻസ്, ഒരു സാന്നിധ്യം ഉണ്ടാകുന്നത്. പുതിയ വീടുകളൊക്കെ പണിയുന്നവർ ചിന്തിക്കണം, അത് TV-യുടെ തൊട്ടടുത്ത് കൊണ്ടുപോയി യേശുക്രിസ്തുവിൻ്റെ ഫോട്ടോയും വിളക്ക് കത്തിക്കുന്നതൊന്നും വെക്കരുത്. അതൊരു പ്രൈവറ്റ് സ്പേസ് ആയിരിക്കണം. നിങ്ങൾക്ക് ഒതുങ്ങിക്കൂടി ശാന്തമായിട്ട് ഒരു വിരിച്ചിരിക്കാനൊക്കെ ഒരു പ്രൈവറ്റ് സ്പേസ്. അത് നിങ്ങളുടെ വീട്ടിലെ മുറിക്കുള്ളിലാകാം. പക്ഷേ ഒരു പ്രൈവറ്റ് സ്പേസ്, ഡിവൈൻ സ്പേസ് മോശ കണ്ടെത്തുകയാണ്. പിന്നീട് അങ്ങോട്ട് മോശയെ നോക്കിയാൽ മോശയ്ക്ക് നിരന്തരം ദൈവത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായത്തിൽ എത്തുമ്പോഴത്തേക്കിനും മോശ ഈ സീനായി മലയിലേക്ക് കയറി ദൈവത്തോടൊപ്പം വസിച്ച് ദൈവം എന്ത് ചെയ്യുകയാണ്? 10 കൽപ്പനകൾ കൊടുക്കുക. താഴേക്ക് ഇറങ്ങി വരുമ്പോൾ കാണുന്നത് ഈ ജനം ദൈവത്തെ ഉപേക്ഷിച്ച് ഒരു കാളക്കുട്ടിയെ ആരാധിക്കുന്നത്. വീണ്ടും 34-ാമത്തെ അധ്യായത്തിലും കാണാം, ദൈവം മോശയെ വിളിച്ച് നീ കയറി വാ എന്ന് പറയുന്നു. ഒരു മാറി നിൽക്കൽ. നോക്കിക്കേ, കുടുംബസ്ഥനാണ്, കുടുംബത്തോടൊപ്പമാണ്. പക്ഷേ ഈ കുടുംബത്തോടൊപ്പം ജീവിക്കുന്ന, ജനങ്ങളോടൊപ്പം ജീവിക്കുന്ന മനുഷ്യനാണെങ്കിലും എ സെപ്പറേഷൻ ഈസ് നീഡഡ്. ഒരു മാറി നിൽക്കൽ വേണം. ഉദാഹരണം പറഞ്ഞാൽ, ഈ കോട്ടയം ഭദ്രാസനക്കാർക്ക് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം, നിങ്ങൾ ഈ തിരക്കുള്ള സന്ദർഭമാണെങ്കിൽ ഒരു ദിവസം ഞാലിയാകുഴി തയ്യാറായി പോയി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ശാന്തമായിട്ടിരിക്കുക. വലിയ ശബ്ദമൊന്നുമില്ല. അല്ലെങ്കിൽ വള്ളിക്കാട്ട് തയ്യാറായില്ലാകട്ടെ, ശാന്തമായിട്ട് പോയിരിക്കുക, സ്വച്ഛമായിട്ടിരിക്കുക. പ്രത്യേകിച്ച് ദൈവസന്നിധിയിൽ വലിയ അപേക്ഷയൊന്നും സമർപ്പിക്കേണ്ട. വേദപുസ്തകമൊക്കെ വായിച്ച് യാമനമസ്കാരങ്ങളിലൊക്കെ ഒന്ന് പങ്കെടുത്ത് ശാന്തമായിട്ട് അവിടെ ഇരിക്കും. ഒരു മാറി നിൽക്കൽ ആവശ്യമാണ്. ഇന്ന് മനുഷ്യർ ഏറ്റവും കൂടുതൽ, നമ്മുടെ യുവതിയുവാക്കൾ ഒക്കെ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ടോക്സിക്. ടോക്സിക് അതായത് അമ്മായിയമ്മ മോശമാണെങ്കിൽ മരുമകൾ വാട്സാപ്പിൽ ആർക്കെങ്കിലും മെസ്സേജ് ഇടും, അമ്മായിയമ്മ ടോക്സിക് ആണ്. മരുമകൾ ടോക്സിക് ആണെങ്കിൽ അമ്മായിയമ്മ ആരോടെങ്കിലുമൊക്കെ പറയും ടോക്സിക് ആണ്. മക്കൾ അപ്പനെയും അമ്മയും കുറിച്ച് പറയും, എൻ്റെ അപ്പനും അമ്മയും ടോക്സിക് ആണ്. ടോക്സിക്. പക്ഷെ ഈ ടോക്സിക് ആയിരിക്കുന്ന വിഷമയമായ അന്തരീക്ഷത്തിൽ നിന്നും ഒരു മാറി നിൽക്കൽ നമുക്ക് ആവശ്യമാണ്. ഈ നോമ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണം കഴിക്കുന്നതിലെ ശൈലി തന്നെ മാറുകയാണ്. ഉച്ചവരെ ചിലപ്പോൾ ഉപവസിക്കുമ്പോൾ നമുക്ക് തലവേദന എടുക്കും, നല്ല ക്ഷീണം വരും. പക്ഷെ ഒന്ന് മാറി നിൽക്കുകയാണ്, നമ്മുടെ ഭക്ഷണ ശൈലിയെ, ജീവിതക്രമത്തെ ഒന്ന് മാറ്റുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു മാറി നിൽക്കൽ അനിവാര്യമാണ്. മാറി നിന്നാൽ മാത്രമേ ദൈവാനുഭവം അതിൻ്റെ പൂർണ്ണതയിൽ ലഭിക്കുകയുള്ളൂ എന്ന് മോശ ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു വ്യക്തി ഏലിയാവാണ്. 1 രാജാക്കന്മാർ അതിൻ്റെ 18-ാമത്തെ അധ്യായത്തിൽ ഏലിയാവിനെ കാണാം. ഏലിയാവ് ഒറ്റയ്ക്കാണ്. അവിടെ ആഹാബ് രാജാവുണ്ട്, ഭാര്യ ഇസബേലുണ്ട്, ബാലിൻ്റെ 450 പ്രവാചകന്മാർ, അശേരയുടെ 400 പ്രവാചകന്മാർ. ഇയാൾ ഒറ്റയ്ക്കേ ഉള്ളൂ. പക്ഷെ അവിടെ അത്ഭുതം നടക്കും. നമുക്ക് എതിർപ്പുകൾ ഉണ്ടാകും, വെല്ലുവിളികൾ ഉണ്ടാകും, പ്രതിസന്ധികൾ ഉണ്ടാകും. പക്ഷെ അതിൻ്റെ മധ്യത്തിലും ദൈവത്തെ ഒന്ന് മുറുകെ പിടിക്കുവാൻ ചില നിമിഷങ്ങൾ നമുക്കുണ്ടാകണം. ഏലിയാവിൻ്റെ പ്രാർത്ഥന നീട്ടി വിളിച്ചുള്ള പ്രാർത്ഥനയല്ല, ആലേറി വിളിക്കുന്ന പ്രാർത്ഥനയല്ല, വലിയ ഇമ്പകരമായ പ്രാർത്ഥനയൊന്നും അല്ല. നിഷ്കളങ്കമായിട്ടാണ് പറയുന്നത്, കർത്താവേ കരുണ ചെയ്യണം. നിഷ്കളങ്കതയോടെ പറഞ്ഞാൽ മതി. നമ്മൾ വലിയ വികാര തള്ളിച്ചൊന്നും വേണ്ട, വലിയ ആരവാരങ്ങളൊന്നും വേണ്ട. നിഷ്കളങ്കമായിട്ട് ദൈവസന്നിധി, എൻ്റെ ദൈവമേ എന്നെ കാത്തോണേ, കർത്താവേ ദാവീദ് പുത്ര എന്നോട് കരുണ ചെയ്യണമേ, കുറിയലായ്സോൻ. ഇത്തരത്തിലുള്ള ചെറിയ പ്രാർത്ഥനകൾ പോലും പവർഫുള്ളാണ്. ഹല്ലേലൂയ, ദൈവമേ നിനക്ക് സ്തുതി. അത് പവർഫുള്ളാണ്. അതുകൊണ്ടാണ് നമ്മെ ഇത് ഓർമ്മിപ്പിക്കുന്നത്, ഏലിയാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, പ്രതിസന്ധികളുണ്ട്, എതിരാളികളുടെ മധ്യത്തിലാകാം. പക്ഷേ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിലും നിഷ്കളങ്കതയോടെ ഉറച്ച വിശ്വാസത്തോടെ ദൈവത്തോട് പ്രാർത്ഥിച്ച അവൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടാകും. നമ്മൾ ഈ എൽദോ നോമിൻ്റെ കാലയളവിലും ഇത്തരത്തിലുള്ള വായനകളാണ് കേൾക്കുന്നത്. കന്യാമറിയാം ഒറ്റയ്ക്കാണ്, ഭാവിയെക്കുറിച്ചൊന്നും വലിയ പ്രതീക്ഷയൊന്നുമില്ല പാവം പെൺകുട്ടിക്ക്. പക്ഷേ വിശുദ്ധയായ അമ്മ മറിയത്തിന് അവിടെ ദൈവിക ഇടപെടൽ ഉണ്ടാകുന്നു, ദൈവ സാന്നിധ്യം ഉണ്ടാകുന്നു. ഇമ്മാനുവേൽ അവളുടെ ഉള്ളിൽ
അപ്പോൾ ഇങ്ങനെ ദൈവസാന്നിധ്യം ഉറപ്പാക്കണം. നമ്മുടെ വിശുദ്ധരെ എല്ലാം സംബന്ധിച്ച് അവർ ഈ ദൈവസാന്നിധ്യം ഉറപ്പാക്കിയത്. ചില മനുഷ്യർ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ മനസ്സിലുണ്ട്. ആ മനുഷ്യർ പ്രാർത്ഥിക്കുമ്പോൾ അവര് വലിയ ശബ്ദമൊന്നുമില്ല, ഇമ്പകരമൊന്നും അല്ല അവരുടെ ശബ്ദം, അവർക്ക് അലറിവിളിപ്പൊന്നുമില്ല, അവർക്ക് പ്രകടനാത്മകതയില്ല. പക്ഷെ കർത്താവ് അവരുടെ പ്രാർത്ഥന കേൾക്കും, നിഷ്കളങ്കമായ അവരുടെ പ്രാർത്ഥന ശ്രദ്ധിക്കും. കർത്താവ് തന്നെ നമ്മളോട് ഓർമ്മിപ്പിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾ അറയിൽ കടന്ന് വാതിലടച്ച് നിഷ്കളങ്കമായി നിങ്ങളുടെ പിതാവിനോട് പ്രാർത്ഥിക്കുകയും രഹസ്യത്തിലുള്ള പിതാവ് ഹി വിൽ ഗീവ് യു റിവാർഡ്, നിങ്ങൾക്ക് പ്രതിഫലം നൽകും. സാമ്പത്തികമായ നേട്ടങ്ങളാകണമെന്നില്ല, പക്ഷെ വ്യക്തി തലത്തിലുള്ള സമാധാനവും ഐശ്വര്യവും നന്മയും ആരോഗ്യവും ഒക്കെ ലഭ്യമാകും. പ്രിയമുള്ളവരെ, രണ്ടാമത് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഈ വേദഭാഗം ഓർമ്മിപ്പിക്കുന്ന സന്ദേശം, ഈ വീട് വൃത്തിയാക്കണം, സമഗ്രമായ മാറ്റം വേണം, പക്ഷെ പിശാചിന് താമസിക്കാനുള്ള ഇടമാക്കി വിട്ടുകൊടുക്കരുത്, ദൈവ സാന്നിധ്യം ഉറപ്പാക്കണം. അതുകൊണ്ട് രണ്ടാമത്തെ പ്രാർത്ഥന ഇതാണ്: ദൈവമേ, നിന്റെ സാന്നിധ്യം എപ്പോഴും ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ. എന്താ? ദൈവമേ, നിന്റെ സാന്നിധ്യം അതെപ്പോഴും ഉണ്ട്, എങ്കിലും നമ്മുടെ ഉള്ളിൽ ഒരു ഉറപ്പാക്കാൻ നമ്മൾ പറയുകയാണ്, ദൈവമേ, നിന്റെ സാന്നിധ്യം എപ്പോഴും ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ. ആ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്റെ സാന്നിധ്യം എപ്പോഴും ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ. ദൈവമേ, നിന്റെ സാന്നിധ്യം എപ്പോഴും ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ. ദൈവമേ, നിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ കൂടെ ഉണ്ട്, അത് ഉറപ്പാക്കുന്നുണ്ട്, പക്ഷെ അത് തിരിച്ചറിയുക എന്നുള്ളതും സുപ്രധാനം. അതുകൊണ്ട് ഒന്നാമത് ഓർമ്മിപ്പിച്ചത് എന്താ? സമഗ്രമായ രൂപാന്തരം നീ ഞങ്ങൾക്ക് തരണമേ. രണ്ടാമത്, ദൈവമേ, നിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉണ്ടാകണമേ, അത് തിരിച്ചറിയുവാനും ഞങ്ങൾക്ക് ഇടയാകണം. അതായത് ഒന്നാമത് സിമ്പിളായിട്ട് ഒരു ഇംഗ്ലീഷ് വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് ട്രാൻസ്ഫോർമേഷനാണ്, സമ്പൂർണമായ മാറ്റം, ഒരു പെർഫെക്റ്റ് എന്ന് ഓർത്താൽ മതി, പെർഫെക്റ്റ്. രണ്ടാമത് സാന്നിധ്യം എന്നുള്ളതിന് ഇംഗ്ലീഷ് എന്താ? പ്രസൻസ്. മൂന്നാമത്, ഇവിടെ നോക്കൂ, ഈ വേദഭാഗത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഇത് കർത്താവ് ഒരു മുന്നറിയിപ്പായിട്ടാണ് നൽകുന്നത്. നിങ്ങൾക്കും ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഈ വചനമൊക്കെ കേട്ട് രൂപാന്തരപ്പെട്ട് മാറ്റത്തിലേക്ക് വന്ന് ദൈവസാന്നിധ്യമൊക്കെ ഉറപ്പാക്കി പോകുന്നു, പക്ഷെ വീഴാനുള്ള സാധ്യതയുണ്ട്. ഒരു മുന്നറിയിപ്പാണിത്. ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ തിരുവചനത്തിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയും. ഉടനീളം ആദ്യ മാതാപിതാക്കളായ ആദാമിനും ഹൗവായ്ക്കും തൊട്ട് എല്ലാവർക്കും ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. മാതാപിതാക്കൾക്ക് നൽകിയ മുന്നറിയിപ്പ് എന്തായിരുന്നു? തോട്ടത്തിൻ്റെ നടുവിൽ 2 വൃക്ഷങ്ങളുണ്ട്, ആ വൃക്ഷങ്ങളിലെ ഫലം നിങ്ങൾ ഭക്ഷിക്കരുത്. ഈ ഫലത്തിൽ നിന്നും ഭക്ഷിക്കരുതെന്ന്, വൃക്ഷത്തിൽ നിന്നും ഭക്ഷിക്കരുതെന്ന് വളരെ കൃത്യമായി ഹൗവയ്ക്ക് അറിയാമായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം, സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടുന്നതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് നിശ്ചയം. നല്ല നോളജുള്ള ഒരു ലേഡിയാ ഹൗവ, വളരെ കൃത്യമായിട്ട് അവർക്ക് അറിയാം, പക്ഷെ വീണു പോവുകയാണ്. മുന്നറിയിപ്പുകളെ അവഗണിക്കുന്നവർക്ക് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാകുന്നത്. മുന്നറിയിപ്പുകൾ. നോഹ ഇങ്ങനെ പെട്ടകം പണിത് തുടങ്ങി. അപ്പോൾ ചുറ്റുപാടുള്ളവരൊക്കെ വന്ന് ചോദിക്കുന്നുണ്ടായിരിക്കും, എന്തിനാ ഇങ്ങനെ പണിയുന്നത്, എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? അവൻ പറഞ്ഞിട്ടുണ്ടാകാം, ഒരു ഫ്ലഡ് ഉണ്ടാകും, പ്രളയം ഉണ്ടാകും, നിങ്ങളും സമാനമായി പണിയൂ, അല്ലെങ്കിൽ ഇതിലേക്ക് പ്രവേശിക്കൂ. പക്ഷെ പുച്ഛിക്കുകയാകാം, തള്ളിക്കളയുകയാകാം. ഇങ്ങനെ അമ്മായിയപ്പൻ പറഞ്ഞത് തമാശയാണെന്ന് കണ്ട യുവാക്കളുണ്ട്. ഉൽപ്പത്തി പുസ്തകം 19-ാമത്തെ അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഉൽപ്പത്തി 19-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം, ലോത്തിന്റെ മരുമക്കളാകാൻ പോകുന്നവർ സോദോം ഗൊമോറ നശിപ്പിക്കുകയാണ്. അപ്പോൾ ലോത്തിനോട് മുന്നറിയിപ്പ് നൽകി, ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ പറഞ്ഞിട്ട് ഓടിപ്പോയിക്കൊള്ളൂ. ലോത്ത് തൻ്റെ പെൺമക്കൾക്ക് വേണ്ടി കണ്ടെത്തിയിരിക്കുന്ന മരുമക്കളാകാൻ പോകുന്നവരോട് ചെന്ന് പറയുകയാണ്. ഉൽപ്പത്തി 19-15,
എന്നാൽ അവൻ കളി പറയുന്നു എന്ന് അവൻ്റെ മരുമക്കൾക്ക് തോന്നി. കളി എന്ന് പറഞ്ഞ തമാശ, ചുമ്മാതെ തള്ളുകയാണ് എന്ന് തോന്നി. ഇങ്ങനെ തോന്നിയത് അവരുടെ നാശത്തിനും ഇടയാകുന്നു. മുന്നറിയിപ്പുകൾ അവഗണിക്കരുത്. യാതൊന്നിൻ്റെയും പ്രതിമകൾ ഉണ്ടാക്കി ആരാധിക്കരുതെന്ന് പറയുമ്പോൾ അതിനെ നിഷേധിച്ചാണ് പുരോഹിതനായ അഹറോന്റെ മേൽനോട്ടത്തിൽ കാളക്കുട്ടിയെ ഉണ്ടാക്കുന്നത്. ജനങ്ങൾ നാശത്തിലേക്ക് പോകുന്നു. ചില സംഭവങ്ങളൊക്കെ ഇങ്ങനെയാണ്. മുന്നറിയിപ്പുകളുണ്ട്. ചരിത്രത്തിലുടനീളം മനുഷ്യർക്ക് കൊടുക്കുന്ന മുന്നറിയിപ്പുകളെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യൂദ എത്രയോ മുന്നറിയിപ്പുകളാണ് കർത്താവ് കൊടുത്തത്. പരസ്യ ശുശ്രൂഷയിലുടനീളം പ്രധാനപ്പെട്ട 3 ഇവന്റുകൾ പറയുന്നുണ്ട്. 3 സന്ദർഭങ്ങളിൽ അവൻ മുന്നറിയിപ്പ് കൊടുത്തു. മനുഷ്യപുത്രൻ ഉണ്ടാകാൻ പോകുന്ന കഷ്ടാനുഭവത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി. ഇതൊക്കെ കേട്ടു. അവന്റെ അന്ത്യവേളയിലും അവൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പക്ഷെ ഈ മുന്നറിയിപ്പുകളെ ഒക്കെ യൂദ തമസ്കരിക്കുകയാണ്. കാരണം അവന്റെ ഉള്ളിൽ ഈ ധനമോഹം ഇങ്ങനെ വളരുകയാണ്. നമുക്കിങ്ങനെ അത്യാഗ്രഹം, ദുരാഗ്രഹം, ധനത്തിനു വേണ്ടിയുള്ള ചിന്തകൾ ഇതൊക്കെ വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ദൈവാനുഭവം കുറയും. അതുകൊണ്ടാണ് യേശുക്രിസ്തു ഓർമ്മിപ്പിച്ച് ദൈവത്തെയും മാമോനെ അല്ലെങ്കിൽ സമ്പത്തിനെ, ധനത്തെയും ഒരേപോലെ നിങ്ങൾക്ക് സേവിപ്പാൻ കഴിയുകയില്ല. നിങ്ങൾക്കൊരിക്കലും 2 മാസ്റ്റേഴ്സ് അങ്ങനെയുള്ളവരെ ഒബേ ചെയ്യാൻ നിങ്ങൾക്ക് ഒക്കുകയില്ല. ഒരാളെ ഇഷ്ടപ്പെടുക, ഒരാളോട് നിങ്ങൾക്ക് താല്പര്യം തോന്നുക, അയാളുടെ പുറകെ പോവുക, അയാളെ അനുഗമിക്കുക. എല്ലാവരും വഴികളിൽ കൂടെ നമുക്കിങ്ങനെ സഞ്ചരിപ്പാൻ ഒക്കുകയില്ല. യൂദയ്ക്ക് ഇതാ പ്രശ്നം. യേശുവിൻ്റെ ഒപ്പം നടക്കുന്നു, പക്ഷെ ധനമോഹം അവനെ വീഴ്ത്തുകയാണ്, കുഴിയിലേക്ക് വീഴ്ത്തുകയാണ്. മുന്നറിയിപ്പുകൾ നൽകി. അന്ത്യ വേളയിലും മുന്നറിയിപ്പ് നൽകി. പക്ഷേ യൂദ കർത്താവിൽ നിന്നും ആ ബ്രെഡിന് പീസ് വാങ്ങിച്ച് അന്ത്യാത്താഴം അത് ഭക്ഷിക്കുന്നു. ഭക്ഷിച്ച ശേഷം യൂദയ്ക്കുള്ളിലേക്ക് ആരാ കയറുന്നത്? സാത്താൻ കയറുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാമത്തെ അധ്യായം 27-30 വാക്യങ്ങളിൽ കാണാം. 30-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, യൂദ പുറത്തേക്ക് പോയി, അപ്പോൾ രാത്രിയായിരുന്നു, അപ്പോൾ ഇരുട്ടായിരുന്നു. ചില മനുഷ്യരിങ്ങനെയാ, പുറത്തേക്ക് ഇറങ്ങും, അവരിറങ്ങുന്ന ഇടങ്ങളെല്ലാം ഇരുട്ടുള്ള ഇടങ്ങളാണ്, രാത്രി അന്ധകാരത്തിന്റെ വഴികളാണ്. അങ്ങനെ മുന്നറിയിപ്പുകളെ കൃത്യമായി പരിഗണിക്കാത്ത പ്രശ്നം സൃഷ്ടിയിൽ ഉടനീളം കാണുന്നുണ്ട്. 2 വേദഭാഗങ്ങൾ ഓർമ്മിപ്പിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാമത്തെ അധ്യായം, ഇപ്പൊ നമ്മൾ വായിക്കുന്ന അധ്യായത്തിന് സമീപം തന്നെയാണ്. 16-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം 16-ാമത്തെ അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. അതിലെ ഒരു വാചകം, ഒരു ഫ്രേസ്, എന്നാൽ കാലലക്ഷണങ്ങളെ വിവേചിപ്പാൻ കഴിയുകയില്ലയോ? എന്താ? എന്നാൽ കാലത്തിന്റെ ലക്ഷണങ്ങളെ, മാറ്റങ്ങളെ വിവേചിക്കുക, അത് വിവേചിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ലയോ? ഡിസേൺ ദ സയൻസ് ഓഫ് ദ ടൈം. ഈ കാലഘട്ടത്തിന്റെ ചില അടയാളങ്ങളുണ്ട്. ഈ കാലഘട്ടം നമുക്ക് മുമ്പാകെ ചില അടയാളങ്ങൾ വെക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, ഇന്ന് ഇൻഡിവിജ്വലിസം വർദ്ധിച്ചു കഴിഞ്ഞിരിക്കുന്നു. വ്യക്തിപരമായി എൻ്റെ നേട്ടം, എൻ്റെ പുരോഗതി, അത് ചിന്തിക്കുന്നവരുടെ എണ്ണം കൂടിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു ഫെലോഷിപ്പ്, കൂട്ടായ്മയുടെ അന്തരീക്ഷം തുലോം കുറവായിരിക്കുന്നു, പരിമിതമായിരിക്കുന്നു. വ്യക്തിപരമായി എനിക്ക്, എൻ്റേത്, അങ്ങനെ ഒരു പേഴ്സണൽ ഗ്രാറ്റിഫിക്കേഷൻ, വ്യക്തിപരമായ നേട്ടങ്ങൾ, അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇന്ന് കുട്ടികൾക്ക് വിവാഹം കഴിക്കുവാൻ താല്പര്യമില്ല. അവർക്ക് കരിയറാണ് പ്രധാനം, ജോലി. ആ കരിയറിലുള്ള പുരോഗതി, കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കണമെന്ന് താല്പര്യം തോന്നാത്ത സാഹചര്യങ്ങൾ. പക്ഷെ ഈ ഇടയ്ക്ക് ചില വിവാഹങ്ങളൊക്കെ ഒന്ന് പങ്കെടുക്കാനും ഒക്കെ ഇടയപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. ഒരു 20-23 വയസ്സൊക്കെ ഉള്ളവരാ വിവാഹം കഴിക്കുന്നത്. വലിയ സന്തോഷം തോന്നി. അവർ മാതാപിതാക്കളോട് പറഞ്ഞ് ഞങ്ങൾക്കൊരു ജോലിയൊക്കെ ആയി മതി, ഇനി ഫാമിലി ലൈഫാണ് ഇമ്പോർട്ടൻറ്റ്. നമുക്കൊരിക്കലും ഇതിനെ തമ്മിൽ എങ്ങനെയാണെന്ന് ചേർത്തിണക്കാൻ കഴിയുക? കരിയറും വേണം, കുടുംബവും വേണം. അപ്പോൾ ഇങ്ങനെ ഒരു പേഴ്സണൽ, വ്യക്തിതലത്തിലുള്ള പ്രതിസന്ധിയുണ്ട്. മറ്റൊരെണ്ണം നമ്മുടെ ഇമോഷണൽ സ്പിരിച്വാലിറ്റിയാണ്. വ്യക്തിപരമായ ഒരു പുരോഗതി ആഗ്രഹിക്കുന്ന മനുഷ്യൻ ആധ്യാത്മികമായ പുരോഗതി, ഒരു കൂട്ടായ്മയുടെ അന്തരീക്ഷമൊന്നുമില്ല. ചിലരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവര് പള്ളിയിൽ വിശുദ്ധ കുർബാനയ്ക്ക് പങ്കെടുക്കാൻ വലിയ താല്പര്യമില്ല.
പ്രദക്ഷിണത്തിന് അവർക്ക് വലിയ താല്പര്യമില്ല. അവർക്ക് ചില ഇടങ്ങളൊക്കെ കുന്നിൻ്റെ മുകളിലുള്ള ഏതെങ്കിലും ഒരു പള്ളിയിൽ പോകുന്നു, ഒരു അമ്പലത്തിൽ പോകുന്നു, തലകുത്തി നിൽക്കാൻ പറഞ്ഞാൽ തലകുത്തി നിൽക്കുന്നു, ഒരു തവണ ഉരുളണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 തവണ ഉരുളുന്നു. അപ്പം അവർക്ക് അങ്ങനെ അവരുടേതായ രീതിയിൽ എന്തിനാണ് ഈ എൽദോ നോമ്പ് എന്ന് പറയുന്നത്? പക്ഷെ അവർ നോമ്പ് നോക്കുന്നുണ്ട്. അവർ വേറെ ഏതെങ്കിലും ഒരു കാലത്തായിരിക്കും നോക്കുന്നത്. ഉദാഹരണത്തിന് കെംതാ പെരുന്നാളിന് ശേഷം, ഈസ്റ്ററിന് ശേഷം നമുക്ക് നോമ്പുണ്ടോ കുറച്ച് ദിവസം? ഇല്ലല്ലോ. പക്ഷെ അവരവിടെ ആയിരിക്കും നോക്കുന്നത്. അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ, ചോദനകൾ, ഇഷ്ടങ്ങൾ. നമുക്ക് വിശുദ്ധ കുർബാനയെ പങ്കെടുത്ത ശേഷം അന്നത്തെ ദിവസം നമുക്ക് മുട്ടുകുത്താറില്ലല്ലോ കുർബാന സ്വീകരിച്ച ശേഷം. പക്ഷെ ഇവര് മുട്ടുകുത്തുന്നതിന് അവർക്ക് മടിയില്ല. ഇതേത് പാരമ്പര്യം, ഇതെവിടെയുണ്ട്, ഇതാര് പറഞ്ഞു? ഒരു വ്യക്തിപരമായി അവരവരുടേതായ രീതിയിൽ ആധ്യാത്മികതയെ അതിനെ രൂപീകരിക്കുന്നു, ഒരു പേഴ്സണൽ റിലീജിയൻ. അപ്പൊ ഇങ്ങനെയുള്ള മനുഷ്യരുണ്ട്. മറ്റൊരു കൂട്ടരുണ്ട്, അവർക്ക് ഈ കൂട്ടായ്മയോടൊന്നും വലിയ താല്പര്യമില്ല. സൗഹാർദ്ദങ്ങളോട്, സ്നേഹങ്ങളോട് എല്ലാം ഷോർട്ട് സ്പാനിലുള്ളത് മതി. ചെറിയ ചെറിയ സൗഹൃദങ്ങൾ, ചെറിയ ചെറിയ കാലങ്ങൾ. അവരൊരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറിയാൽ, നമ്മുടെ ഒരു സങ്കല്പത്തിൽ ഒരാൾ 20-ാം വയസ്സിൽ ഒരു കമ്പനിയിൽ ജോലിക്ക് കയറിയാൽ 55-ാം വയസ്സിൽ അല്ലെങ്കിൽ 65-ാം വയസ്സിൽ പെൻഷൻ ആകുന്നിടം വരെ ഇങ്ങനെ പ്രോഗ്രസ് ചെയ്തു പോകുന്നത്. പക്ഷെ ഇങ്ങനില്ല. അങ്ങ് മാറി 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 പെട്ടെന്ന് കരിയറിന്റെ പ്രോഗ്രസിനെ ചിന്തിച്ചു പോകുന്ന മനുഷ്യർ. അവർക്ക് ഇങ്ങനെ മൂവ്മെന്റ് ആണ് ഇഷ്ടം. എല്ലാ തലങ്ങളിലും മൂവ്മെന്റ് ഇഷ്ടപ്പെടുന്നു. ഒരു വീട്ടിൽ ഒത്തിരി കാലം താമസിക്കണമെന്ന് ആഗ്രഹമില്ല. പെട്ടെന്ന് ഫ്ലാറ്റ് മാറുന്നു, വീട് മാറുന്നു, അങ്ങോട്ട് മാറുന്നു, ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. നമുക്കൊരു സമയത്ത് അത് വലിയ ആശങ്കയാണ്. പക്ഷെ ഇങ്ങനെ ആശങ്കകളൊന്നും കൂടാതെ റാപ്പിഡ് ഷിഫ്റ്റിംഗ്, മൂവ്മെന്റ്, ഇങ്ങനെ മനുഷ്യർ. അവർ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ കഴിക്കുന്ന പോലെ രാവിലെ കൃത്യമായി ഒരു ദോശ, ഇഡ്ഡലി അങ്ങനെ ആയിരിക്കത്തില്ല. രാവിലെ ചിക്കൻ ബിരിയാണി ആയിരിക്കും, അല്ലെ കുഴിമന്തി ആയിരിക്കും. നമുക്കൊന്നും പറയാനൊക്കാത്ത മനുഷ്യർ. രാത്രിയിൽ നമ്മൾ നേരത്തെ കഴിച്ച് ഒരു 8 മണി 9 മണിയാകുമ്പോൾ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങാന്ന് പറഞ്ഞ് ഇവരെയും കൊണ്ട് അതൊക്കത്തില്ല. 12 മണിക്കായിരിക്കും അവർ ഏതെങ്കിലും കടയിൽ പോയി, റെസ്റ്റോറൻറ്റിൽ പോയി വയറ് മുഴുവൻ മൂക്കുമുട്ട കഴിക്കുന്നത്. നമുക്കൊന്നും പറയാനൊക്കത്തില്ല. നമ്മൾ പറയും ഇന്ന സമയത്ത് എഴുന്നേക്കണം, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ബ്രഷ് ചെയ്യണം. എന്തിനാ ബ്രഷ് ചെയ്യുന്നേ? ഉച്ചയാകുമ്പോഴായിരിക്കും അവർ എഴുന്നേക്കുന്നത്, ഉച്ചയ്ക്കായിരിക്കും ബ്രഷ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്നും പറയാനൊക്കാത്ത മനുഷ്യർ. അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട്, കാലഘട്ടത്തിന് വ്യത്യാസമുണ്ട്. ഇന്നലെ മഴയുണ്ടായിരുന്നു. ഡിസംബറിൽ എവിടെയായിരുന്നു നമ്മൾ സാധാരണ മഴ കണ്ടിട്ടുള്ളത്? ഡിസംബർ 25-ാം തീയതി ക്രിസ്മസിൻ്റെ അന്ന് നല്ല തണുപ്പുണ്ടായിരിക്കുന്ന സാഹചര്യമാണ്. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു മിക്കവാറും ഒരു കുടയും കൊണ്ട് പോകേണ്ടി വരും. കാലാവസ്ഥയ്ക്ക് വന്ന മാറ്റങ്ങൾ വലിയ മാറ്റങ്ങളാണ്, വലിയ രൂപാന്തരങ്ങളാണ് സമൂഹത്തിലുണ്ടാകുന്നത്. അപ്പോൾ കർത്താവ് നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ കാലത്തിന്റെ ലക്ഷണങ്ങളെ വിവേചിച്ചറിയുന്നില്ലയോ? ആർ യു നോട്ട് ഏബിൾ ടു ഡിസേൺ ദ സയൻസ് ഓഫ് ദ ടൈം? ഈ കാലഘട്ടം നമ്മളോട് സംവേദിക്കുന്നതിനെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ലയോ? ഈ കാലഘട്ടം ഒരു വലിയ വെല്ലുവിളിയാണ്. അതിനെക്കുറിച്ച് പരിശുദ്ധനായ പത്രോസ് ശ്ലീഹ പറയുന്ന ഒരു പരാമർശം ശ്രദ്ധേയമാണ്. അതിനോട് ഇണങ്ങിച്ചേരുന്ന പരാമർശമാണ് 1 പത്രോസ് 5:8. 1 പത്രോസ് 5:8. ഉണർന്നിരിപ്പീൻ, നിർമ്മതരായിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് വിചാരിച്ച് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. നമ്മുടെ പ്രതിയോഗികൾ ചുറ്റുമുണ്ട്. അത് കേവലം മനുഷ്യരാകണമെന്നില്ല. അത് ചിലപ്പോൾ ടെക്നോളജി ആകാം, അതൊരു ഡിജിറ്റൽ സ്പേസ് ആകാം. ഒരു സമയത്ത് നമുക്ക് രാത്രിയിലൊക്കെ കിടന്നുറങ്ങാൻ വളരെ എളുപ്പമാണ്. സന്ധ്യയായി, വെട്ടം കുറഞ്ഞു, ഇനി ഞാൻ കിടന്നേക്കാം, 9 മണി കിടന്നു. പിന്നെ നമുക്കൊരു റൂട്ടീൻ ഉണ്ടല്ലോ. കൃത്യമായി രാവിലെ ഒരു സമയത്ത് എഴുന്നേൽക്കുന്നു, വൈകിട്ടൊരു സമയത്ത് കിടക്കുന്നു, ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സൈക്കിളുണ്ട്. പക്ഷെ ഇന്ന് സൈക്കിള് തെറ്റി. രാത്രി 10 മണിക്കായിരിക്കും കിടക്കുന്നത്, 12 മണിക്കായിരിക്കും കിടക്കുന്നത്, ചിലപ്പോൾ 3 മണിക്കായിരിക്കും കിടക്കുന്നത്. നമ്മുടെ സൈക്കിളുകളെല്ലാം തെറ്റി. അത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കാം, നമ്മുടെ സ്വാഭാവികതയെ ബാധിക്കാം. അപ്പോൾ ഇങ്ങനെ മനുഷ്യന് മുൻപാകെ വെല്ലുവിളികൾ കൂടി വരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നാം ജീവിക്കുന്നത്. നമുക്ക് മുമ്പാകെ ഒരു സീബ്ര ക്രോസ് ഉണ്ടെന്ന് വിചാരിക്കാം. സീബ്ര ക്രോസ് അത് കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. സീബ്ര ക്രോസ് വരുമ്പോൾ അതിൽ ആരെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ വാഹനം ഓടിക്കുന്നവർ എന്ത് ചെയ്യണം? സ്റ്റോപ്പ് ചെയ്യണം. അവർ ക്രോസ് ചെയ്യട്ടെ. പെഡസ്ട്രിയൻ ക്രോസ് ആണ്, അവർ ക്രോസ് ചെയ്യട്ടെ. അപ്പോൾ അങ്ങനെ സീബ്ര ക്രോസ് ഉണ്ട്. നമുക്ക് മുമ്പാകെ ഇത്തരത്തിലുള്ള ചെറിയ വെല്ലുവിളികൾ, പ്രതിബന്ധങ്ങൾ, തടസ്സങ്ങൾ
നിർത്തേണ്ടുന്ന ഇടങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഈ ഓട്ടത്തിൽ നമ്മൾ ഇങ്ങനെ ഓടിപ്പോയാൽ എവിടെ ചെന്ന് ഇത് അവസാനിക്കും, അസ്തമിക്കും. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ഇത് ഓർമ്മിപ്പിക്കുകയാണ്. 2-3 ഉദാഹരണങ്ങൾ കൂടെ പറയാം. ഈ കാലഘട്ടത്തിൻ്റെ ചിഹ്നങ്ങളെ മനസ്സിലാക്കി, അടയാളങ്ങളെ മനസ്സിലാക്കി, വെല്ലുവിളികളെ അതിജീവിക്കുവാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ വ്യക്തിഗത ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പാക്കി മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് കഴിയുന്ന, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചില ചിത്രീകരണം. ഉദാഹരണത്തിന്, നമ്മളൊരു കപ്പിത്താനാണ്, നാവികനാണ് എന്ന് വിചാരിക്കുക, എ സെയിലർ. നമുക്കൊരു കപ്പലുണ്ട്. പക്ഷെ ഈ കപ്പൽ ഓടിക്കുന്ന നമ്മൾ ഉറങ്ങിപ്പോയാൽ എന്തു പറ്റും? അത് മഞ്ഞുമലയിലിടിക്കും, അല്ലെങ്കിൽ ദിശ തെറ്റും, കൃത്യമായിട്ട് സൂചനകൾ മനസ്സിലാവുകയില്ല. അതുകൊണ്ട് ജാഗ്രതയോടുകൂടി ഇരിക്കണം. നമുക്ക് അടിപൊളി കപ്പലായിരിക്കാം. ടൈറ്റാനിക് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലായിരുന്നു, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുണ്ടാക്കിയത്. പക്ഷേ ശ്രദ്ധിച്ചില്ല, എന്തു പറ്റും? മഞ്ഞുമലയിൽ ഇടിച്ച് തകർന്നു വീഴും. നമ്മൾ പത്രം വായിക്കുമ്പോൾ ഒത്തിരി മനുഷ്യരെ പരിചയപ്പെടുന്നുണ്ട്, TV-യിൽ നമ്മൾ ഒത്തിരി മനുഷ്യരെ പരിചയപ്പെടുന്നുണ്ട്. മിക്കവർക്കും എന്താണ്? സമ്പത്തുണ്ട്, രാഷ്ട്രീയ മാനങ്ങളുണ്ട്, സാമൂഹിക ബന്ധങ്ങളുണ്ട്, വിദ്യാഭ്യാസങ്ങൾ, അതെല്ലാം ഉണ്ട്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ വീണു പോകുന്നു. നല്ലൊരു കപ്പലായിരുന്നു, പക്ഷേ കപ്പൽ മഞ്ഞുമലയിലിടിക്കും. മറ്റൊരു ഉദാഹരണം, നമുക്കൊരു കൃഷിത്തോട്ടം ഉണ്ടെന്ന് വിചാരിക്കുക, നല്ലൊരു കൃഷിത്തോട്ടം. നമ്മളവിടെ കോവലും പടവലവും ഇഞ്ചിയും ഒക്കെ ഇങ്ങനെ നട്ടിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കീടങ്ങൾ ഇതിനെ ആക്രമിക്കുന്നു, കീടങ്ങൾ ആക്രമിക്കുന്നു. നമ്മൾ സ്വർണം കൊണ്ട് ഒരു വലിയ മതിൽ അങ്ങ് പണിതു. നമുക്ക് 10 സെന്റ് ഉണ്ട്, ആ 10 സെന്റിന് ചുറ്റും സ്വർണം കൊണ്ട് വലിയൊരു മതിൽ, ഒരു 6 അടി ഉയരത്തിൽ മതിൽ പണിതു. കീടം കയറുമോ? കയറും. കീടത്തിന് സ്വർണമാണെന്നോ വെള്ളിയാണെന്നോ ഇതൊന്നും ആ കീടത്തിന് പ്രശ്നമല്ല. നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ സ്വർണം കൊണ്ടായിരിക്കാം മതിൽ പണിതിരിക്കുന്നത്, പക്ഷെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത്തരത്തിലുള്ള കീടങ്ങൾ കയറും. അപ്പോൾ ഈ കാലഘട്ടത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടുന്നത് ഇപ്രകാരമാണ്. മറ്റൊരു ഉദാഹരണം കൂടെ പറയാം. നമ്മളൊരു ഡോക്ടറാണെന്ന് വിചാരിക്കുക. നമ്മളൊരു ഡോക്ടർ, നമ്മുടെ കയ്യിൽ ഒരു സ്റ്റെതസ്കോപ്പ് ഉണ്ട്, കുറച്ച് സൂചിയൊക്കെ ഉണ്ട്, മരുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഈ സ്റ്റെതസ്കോപ്പും കയ്യിലിരിക്കുന്ന സൂചിയും മരുന്നുകളും ഒക്കെ 1950-കളിലേതാണ്. നമ്മുടെ മുൻപാകെ വരുന്ന രോഗികൾ ഏത് കാലത്തുള്ളതാണ്? 2025-ലെയാണ്. ന്യൂജൻ, ആൽഫ, ജെൻസി കുട്ടികളാണ്, അല്ലെങ്കിൽ ഇന്നത്തെ തലമുറയാണ്. അവരെ നമ്മൾ ചികിത്സിക്കാൻ ഈ പഴയ ചികിത്സാ രീതികൾ കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. ഡോക്ടർമാർ അപ്ഡേറ്റ് ആകണം. കൊളസ്ട്രോൾ, ഈ കൊളസ്ട്രോളിനെ കുറിച്ചുള്ള പുതിയ പുതിയ അപ്ഡേറ്റ്സാണ് വരുന്നത്. മനുഷ്യൻ്റെ വണ്ണം കുറയ്ക്കണം. വണ്ണം കുറയ്ക്കാൻ പണ്ട് നമ്മളോട് പറയാമായിരുന്നു ഓടിയാൽ മതി, ജിമ്മിൽ പോയാൽ മതി. പക്ഷെ ഇപ്പോൾ പുതിയൊരു വാക്ക് പറയുന്നുണ്ട്, ഡയറ്റ്, ഭക്ഷണ ക്രമീകരണം പ്രധാനമാണ്. ഇനി ചിലർ പറയും ചപ്പാത്തി കഴിച്ചാൽ മതി, ചിലർ പറയും ചോറ് കഴിക്കരുത്, ചിലർ പറയും മുതിരയാണ് കഴിക്കേണ്ടെന്ന്. ഇതുമൊക്കെ കഴിക്കാൻ ഒക്കുമോ? ഓരോ മനുഷ്യൻ്റെയും സാഹചര്യങ്ങൾക്കനുസരിച്ച്. ചിലർക്ക് കിഡ്നിക്ക് പ്രശ്നമാണ്, അപ്പോൾ അവരോട് പറയും ഈ പച്ചില ഇങ്ങനെ ഉരുട്ടി കഴിച്ചാൽ നടക്കും. ചിലരോട് പറയും മരുന്ന് ഇങ്ങനെ കുഴച്ച് കഴിച്ചാൽ നടക്കും. ചിലരോട് പറയും കഷായമാണ് നല്ലത്. ഈ മനുഷ്യന് പരുവത്തിനുള്ളത് ഏതാ? അപ്പൊ നമ്മെ സംബന്ധിച്ച് നമ്മൾ വലിയ ഡോക്ടറാണെങ്കിലും ഏതെല്ലാം മെഡിക്കൽ സാങ്കേതിക വിദ്യകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിലും അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ പ്രശ്നമാണ്. കാലഘട്ടത്തിന് അനുയോജ്യമായി നമ്മൾ മാറേണ്ടുന്നതുണ്ട്. മാറുമ്പോഴും നമ്മുടെ ആധ്യാത്മിക ചൈതന്യം നഷ്ടമാക്കി കളയരുത്. മുന്നറിയിപ്പുകളെ ശ്രദ്ധാപൂർവം വളരെ കൃത്യതയോടുകൂടി നോക്കിപ്പോകണം. നോക്കൂ, എൽദോ പെരുന്നാളുമായി ബന്ധപ്പെട്ട സന്ദർഭങ്ങളിൽ നാം വായിക്കുന്ന വേദഭാഗങ്ങൾ കൃത്യമായ മുന്നറിയിപ്പ് വിദ്വാൻമാർക്ക്, മജായിക്ക് അല്ലെങ്കിൽ ജ്ഞാനികൾക്ക് നൽകി. മുന്നറിയിപ്പുകളെ അവഗണിച്ച് ഇവർ ഹെറോദാവിന്റെ കൊട്ടാരത്തിലേക്ക് തന്നെ മടങ്ങിപ്പോയായിരുന്നെങ്കിൽ എന്ത് പറ്റിയേനെ? കുഞ്ഞിനും പ്രശ്നം, ഇവരുടെ തലയും ചിലപ്പോൾ പോയേനെ. മുന്നറിയിപ്പുകൾ 4 തവണ ദൈവിക ഇടപെടൽ, വെളിപാട് ജോസഫിനുണ്ടായി. ഒന്നാമത് മറിയത്തെ സ്വീകരിക്കുക, 2 കുഞ്ഞിനെയും കൊണ്ട് ഓടിപ്പോവുക, മടങ്ങി വരിക. മടങ്ങി വരുമ്പോൾ ഇവിടെ വീണ്ടും പ്രശ്നമുണ്ട്, നീ മറ്റൊരിടത്തേക്ക് പോവുക. ഓടിപ്പോകണം, ഒന്ന് മാറി നിൽക്കണം. ചിലപ്പോൾ നമുക്കൊന്ന് വിട്ടുമാറേണ്ടി വരും. അതല്ലാതെ എൻ്റെ കൂടെ ഇമ്മാനുവേലാ ഉള്ളത്, അവൻ അത്ഭുതം ചെയ്യും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോൾ നമ്മളൊന്ന് മാറി നിൽക്കണം, ഒന്ന് വിട്ടുമാറണം. പ്രതിസന്ധി എല്ലാം തീർന്നു എന്ന് വിചാരിച്ചു മടങ്ങി വരുമ്പോഴും വീണ്ടും ചില അർക്കലോസ്മാർ ഉണ്ടാകും. അപ്പോഴും നമ്മൾ മാറി നിൽക്കണം.
ഒന്ന് വിട്ടുമാറണം. ഒരു ഡീടോക്സിക്കേഷൻ നമുക്ക് അനിവാര്യമാണ്. പ്രിയമുള്ളവരെ, ഇതൊരു മുന്നറിയിപ്പാണ്. ഈ മുന്നറിയിപ്പ് നമുക്ക് എല്ലാവർക്കുമാണ്. ഈ മുന്നറിയിപ്പ് എല്ലാ കാലഘട്ടത്തിലുമുള്ള മനുഷ്യർക്കുള്ളതാണ്. കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിച്ച് അലറുന്ന പിശാച് ചുറ്റുമുണ്ട് എന്ന് മനസ്സിലാക്കി കൃത്യതയോടെ ദൈവാശ്രയത്തിൽ നാം മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് മൂന്നാമത്തെ പ്രാർത്ഥന, ദൈവമേ വിവേചനത്തോടുകൂടെ അല്ലെങ്കിൽ ശ്രദ്ധാപൂർവം ജീവിപ്പാൻ ആവശ്യമായ പ്രാപ്തി തരണം. എന്താ? ദൈവമേ ശ്രദ്ധാപൂർവം, ശ്രദ്ധയോടെ ജീവിക്കുവാൻ ആവശ്യമായ പ്രാപ്തി നൽകണമേ. ഈ കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധയോടെ, ജാഗ്രതയോടെ, ഉത്തരവാദിത്വത്തോടെ ജീവിപ്പാൻ ആവശ്യമായ പ്രാപ്തി, അത് നമുക്ക് ബൗദ്ധികമായിട്ടുള്ള പ്രാപ്തി നൽകണം, നമുക്ക് സാമൂഹികമായ പ്രാപ്തി നൽകണം, സാമ്പത്തികമായ പ്രാപ്തി നമുക്ക് നൽകണം, നമുക്ക് ആത്മീകമായ പ്രാപ്തി നൽകണം. നമ്മുടെ ഇടപെടലുകളിൽ, വ്യക്തിബന്ധങ്ങളിൽ അത്തരത്തിലുള്ള നല്ല മനുഷ്യരെ നമ്മുടെ കൂടെ ചേർത്ത് നിർത്തി നമുക്ക് പോകണം. ചിലപ്പോൾ ചില ഗുരുക്കന്മാരെ നമുക്ക് ആവശ്യമാണ്. അത്തരത്തിലുള്ള ഗുരുക്കന്മാരെ കൂടെ നമുക്ക് നൽകി മുന്നോട്ട് പോകേണ്ടുന്നതുണ്ട്. ആധ്യാത്മിക പിതാക്കന്മാരെ നമുക്ക് നൽകണം. നമുക്ക് ശ്രേഷ്ഠമായ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ ഉണ്ടാകണം. അപ്പോൾ ഇങ്ങനെ നാം എന്ന വ്യക്തി രൂപാന്തരത്തിലേക്ക്, ദൈവസാന്നിധ്യ ബോധത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ ചില മുന്നറിയിപ്പുകളും തടസ്സങ്ങളും വെല്ലുവിളികളും ഒക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ മുൻപാകെ ഉണ്ട്. അതിൻ്റെയൊക്കെ മധ്യത്തിൽ വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകുവാൻ നമുക്ക് പ്രാപ്തി ലഭിക്കണം. മൂന്നാമത്തെ പ്രാർത്ഥനയല്ല, ദൈവമേ ശ്രദ്ധാപൂർവം ജീവിക്കുവാൻ ഞങ്ങൾക്ക് പ്രാപ്തി നൽകണമേ. ദൈവമേ ശ്രദ്ധാപൂർവം ജീവിക്കുവാൻ ഞങ്ങൾക്ക് പ്രാപ്തി നൽകണമേ. ദൈവമേ ശ്രദ്ധാപൂർവം ജീവിക്കുവാൻ ഞങ്ങൾക്ക് പ്രാപ്തി നൽകണമേ. നോക്കിക്കേ, ആദ്യം ഞാനൊരു ഇംഗ്ലീഷ് വാക്ക് പറഞ്ഞു. ആ വാക്ക് എന്തായിരുന്നു? ട്രാൻസ്ഫർമേഷൻ പറഞ്ഞു. ട്രാൻസ്ഫർമേഷനേക്കാൾ ഇച്ചിരൂടെ നല്ല പദം പെർഫെക്റ്റ്, പൂർണ്ണതയിലേക്ക്, പെർഫെക്റ്റ്. രണ്ടാമത് ഞാൻ പറഞ്ഞു ഈ പ്രസൻസ്, ദൈവത്തിൻ്റെ സാന്നിധ്യം. മൂന്നാമത് പ്രിക്കോഷനാണ് കേട്ടോ, പ്രിക്കോഷൻ. ചില മുന്നറിയിപ്പുകൾ, ചില പ്രതിബന്ധങ്ങൾ, ചില നിർത്തലുകൾ, സഡൻ ബ്രേക്കുകൾ ചിലപ്പോൾ നമുക്ക് ഇടേണ്ടി വരും. ഈ മൂന്ന് ആശയങ്ങളും നമ്മുടെ അനുദിന ജീവിതത്തിന് മാർഗദർശനമാകട്ടെ. വേദഭാഗം ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 12-ാമത്തെ അധ്യായം 43 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ കർത്താവിൻ്റെ ഉപമയാണ്. ഒരു വീടിനെ കുറിച്ചാണ്, പക്ഷെ നമ്മളെ ഓരോരുത്തരെയും കുറിച്ചുമാണ്. അത് നൽകുന്ന 3 സന്ദേശങ്ങൾ: സമ്പൂർണമായ രൂപാന്തരം, മാറ്റം നമുക്ക് ഉണ്ടാകണം. രണ്ടാമത്, മാറ്റമുണ്ടാകുന്ന വ്യക്തി ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ഉറപ്പാക്കി ജീവിക്കണം. ഉറപ്പാക്കി ജീവിക്കുമ്പോൾ ഉയർച്ചകളും താഴ്ചകളും ഒക്കെ ഉണ്ടാകും. അതിൻ്റെയൊക്കെ മധ്യത്തിൽ ശ്രദ്ധാപൂർവം വിവേചനത്തോടെ ദൈവത്തെ മുറുകെ പിടിച്ച് സഞ്ചരിപ്പാൻ ഇടയാകണം. 3 പ്രാർത്ഥനകളാണ് ഓർമ്മിപ്പിച്ചത്. ദൈവമേ സമഗ്രമായ രൂപാന്തരത്തിലേക്ക് ഞങ്ങളെ നീ നയിക്കണമേ. ദൈവമേ നിന്റെ സാന്നിധ്യം എപ്പോഴും ഞങ്ങളോടുകൂടെ ഉണ്ടാകണമേ. ദൈവമേ അനുദിന ജീവിതത്തിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങളെയൊക്കെ ഞങ്ങൾ അഭിസംബോധന ചെയ്യുമ്പോൾ ശ്രദ്ധാപൂർവം വിവേചനത്തോടുകൂടെ മുന്നറിയിപ്പുകളെ കൃത്യമായി മനസ്സിലാക്കി പരിഗണിച്ച് മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം നമ്മളോട് കൂടെയുണ്ട്, കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. പ്രത്യേകാൽ വിശുദ്ധനായ ഗീവർഗീസ് സഹദായുടെയും സഹമധ്യസ്ഥരുടെയും പ്രാർത്ഥനയും തുണയും നമ്മളോടൊപ്പം ഉണ്ടാകട്ടെ. നമ്മുടെ ഏവരുടെയും പ്രാർത്ഥനകളും അപേക്ഷകളും ദൈവസന്നിധിയിലേക്ക് വിശുദ്ധനായ ഗീവർഗീസ് സഹദായുടെ മധ്യസ്ഥത മൂലം എത്തുകയും തൽപ്രകാരം നമുക്ക് അനുഗ്രഹങ്ങളെ ലഭിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. എല്ലാവരോടുമുള്ള സന്തോഷം അറിയിക്കുന്നു. ക്ഷണിച്ച വൈദിക ശ്രേഷ്ഠരോട്, പ്രിയപ്പെട്ടവരോടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.